വചനത്തിലേക്ക് തിരുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു വാക്ക് കർത്താവിലേക്ക് നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, അവിടുന്ന് ഞങ്ങളുടെ മതത്തിലുള്ളതിനായിട്ട് നന്ദി പറയുന്നു. അവിടുത്തെ തേജസ്സുകൾ, നിന്റെ മുഖം, അവിടുത്തെ മുഖം ഞങ്ങളുടെ ആനന്ദമാണ്. അവിടുത്തെ മൊഴി കേൾപ്പാനായിട്ട് അരുളുക ഈ നീച പാപിക്ക് അവിടുത്തെ പ്രേമകുലത്തെ നീ അരുളണം. കർത്താവേ, ഞങ്ങളോട് അവിടത്തേക്ക് സംസാരിക്കാനുള്ളത് കർത്താവെ വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും വ്യക്തിപരമായിട്ട് കേൾപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുന്ന് ഇന്നലെ ഇന്നും കർത്താവെ അവിടുന്ന് അനന്യനാണ്. യുവർ യുണീക്ക്, യുവർ സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോറെവർ. മാറാത്തവനാണ്. അവിടുന്ന് ശിഷ്യന്മാരോട് അവിടുന്ന് സംസാരിച്ചപ്പോൾ അവിടെ ഹൃദയങ്ങൾ കത്തിയതുപോലെ ഇന്നും കർത്താവെ ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുത്തെ സ്നേഹത്താൽ കത്തിക്കുവാൻ, ജ്വലിക്കുവാൻ, ഇടയാക്കുവാൻ, ആദ്യ സ്നേഹത്തിലേക്ക് തിരിച്ചു വരുവാൻ കർത്താവെ അവിടുത്തെ സ്വരം, അവിടുത്തെ മൊഴികൾ ഇന്നും പര്യാപ്തമാണ്. ജീവന്റെ മൊഴികള് കർത്താവെ അങ്ങയുടെ പക്കലാണ് ഉള്ളത്. ഞങ്ങള് അങ്ങയെ വിട്ട് എവിടെ പോകും? അവിടെ തന്നെ ഞങ്ങളോട് സംസാരിക്കണമേ. പ്രാർത്ഥന കേട്ടവരെയോട് സ്തുതിക്കുന്നു. എല്ലാ ഈശ്വരപുരിയായി മാതിരിയുള്ള നാമത്തിൽ ആമേൻ. ആമേൻ. നമുക്ക് ഇന്ന് യേശു കർത്താവ് നമ്മളുടെ മധ്യത്തിൽ വന്ന് നമ്മുടെ പേര് വിളിച്ച് കർത്താവ് പറയാ, സന്ദീപ്, ഐ വോണ്ട് ടു ഹാവ് എ പേഴ്സണൽ ചാറ്റ് വിത്ത് യു. നമ്മുടെ ഓരോരുത്തരും പേര് വിളിച്ച് ജ്യോതിസ്, ജസ്വിൻ, അർപ്പിത, പ്രാർത്ഥന, ജ്യോത്സ്ന, അല്ലെങ്കിൽ ഇഷിക, എലൈസ, എലൈജ, ഐ വോണ്ട് ടു പേഴ്സണലി സ്പീക്ക് ടു യു. എനിക്ക് നിങ്ങളോട്, മോനോട്, മോളോട്, കുഞ്ഞിനോട് ഒരു കാര്യം എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് ചോദിക്കാനുണ്ട്. അനീറ്റ, അന്ന, ഓരോരുത്തരുടെ പേര് ഞാനങ്ങ് പറയൂ. ഞാൻ ആരെങ്കിലും പേര് വിട്ടുപോയി. ജോഹാൻ, ജോഹാൻ. അപ്പൊ കർത്താവ് വന്ന് തോളെ തട്ടിയിട്ട് ചോദിക്കുക, സന്ദീപ്, ഡു യു ലവ് മീ മോർ ദാൻ ദീസ്, മോർ ദാൻ എവറിത്തിങ്? നീ എല്ലാത്തിലും ഉപരിയായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നമുക്ക് വാക്യത്തിന്റെ റെഫറൻസ് ഒക്കെ നമുക്ക് അറിയാം. യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം അധ്യായങ്ങളൊക്കെ പിന്നീട് ഏതാനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അധ്യായങ്ങളൊക്കെ തിരിക്കപ്പെട്ടത്. എന്ന യോഹന്നാന് എഴുതിയ ആ സുവിശേഷത്തിന്റെ അതിന്റെ അവസാനത്തോളം വന്നപ്പോൾ ഒരു സുപ്രഭാതത്തിലോ അത് ദുർപ്രഭാതത്തിലോ എന്ന് പറഞ്ഞാൽ ജോലിപേരൊക്കെ പറയുമ്പോൾ ചില സുപ്രഭാതത്തിൽ അതൊരു ദുർപ്രഭാതമാണോ നിങ്ങൾ പറയണെന്ന് പറഞ്ഞാൽ ഇവര് അതിന്റെ തലേദിവസം രാത്രിയില്ല കർത്താവിനെ വിട്ട് പിന്തിരിഞ്ഞോടി, നമ്മള് പാടിയതുപോലെ പിന്തിരിഞ്ഞോടി താളടിയായി നിൻ കൃപ കൈവിടിഞ്ഞോ, താപ മനസ്സാല് കൂടിയെടുക്കുവാനായിട്ട് നിന്റെ സ്വരം കേൾപ്പിക്കുന്നു. അവര് കർത്താവിന്റെ കൃപയൊക്കെ വിട്ട് അവരങ്ങ് പിന്തിരിഞ്ഞോടി. അവർക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. കർത്താവിനെ തള്ളി പറഞ്ഞു. പത്രോസ് ലീഡർ തന്നെ കർത്താവിനെ തള്ളി പറഞ്ഞു. ബാക്കിയുള്ളവരൊക്കെ പിന്നെ ഇനിയിപ്പോ എന്തുവാ കൂടുതൽ എന്താ പറയാനുള്ളത്? ദൈവരാജ്യത്തിന്റെ ചാവിയൊക്കെ കിട്ടിയ ആള് തന്നെ തള്ളി പറഞ്ഞിരിക്കുന്നു. അത് ഒന്നല്ല, 3 തവണ കർത്താവ് തന്നെ അത് നേരത്തെ പറയുകയൊക്കെ ചെയ്തു. കർത്താവ് തിരിഞ്ഞു നോക്കി. ശരിയാണ്, സ്നേഹത്തോടെ മനസ്സിലൂടെയൊക്കെ നോക്കി. പത്രോസ് കരഞ്ഞു. പിന്നെ കർത്താവിനെ അവരങ്ങ് ക്രൂശിക്കാൻ കൊണ്ടുപോയി. കർത്താവിനോട് പിന്നെ ഒരു സ്നേഹ സംസർഗം, കുറച്ചുകൂടെ കാര്യങ്ങളൊന്ന് പറയാനോ ഒന്നും ഉള്ള ഒരു സാവകാശമോ കാര്യങ്ങളൊന്നും കിട്ടിയില്ല. എന്നാല് പത്രോസിന്റെ ഹൃദയത്തില് വലിയ വലിയ പ്രയാസവും കാര്യങ്ങളും ഒക്കെയാണ്. എന്നെ തള്ളി പറയുന്നവനെ ഞാൻ പിതാവിന്റെ മുമ്പാകെയും തള്ളി പറയും. മത്തായി 10-ാം അധ്യായത്തില് യേശുവിന്റെ വാക്കുകളുണ്ട്. He who denies me, I will deny him before the Father and the angels. ആ വാക്യം നമുക്കറിയാവും. മത്തായി 10-ാം അധ്യായത്തില് ബാക്കി സുവിശേഷങ്ങളിലും ഉണ്ട്. മത്തായി 10-ാം അധ്യായത്തിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ അതൊരു ഗുരുതരമായിട്ടുള്ള ഒരു പാപമാണ്. യൂദാസ് കർത്താവിന് ഉറ്റിക്കൊടുത്തു എന്ന ഇതും മത്തായി 10-ന്റെ 33, അതിന് 32-33 ഇങ്ങനെ വായിക്കുക: മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സ്വർഗസ്ഥനായ എന്റെ പിതാവിന് മുമ്പിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെയോ എന്റെ പിതാവിന് മുമ്പിൽ ഞാനും തള്ളിപ്പറയും. മത്തായി 10-ന്റെ മാത്യു 10:32 and 33. അപ്പോ തന്നെയും
തള്ളി പറഞ്ഞു കാണും. കർത്താവ് കർത്താവ് 3 ദിവസം 3 ദിവസത്തിന് ശേഷം ക്രൂശിൽ മരിച്ച് 3 ദിവസത്തിന് ശേഷം കർത്താവ് ഉയർത്തെഴുന്നേൽക്കുന്നു. ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ശിഷ്യന്മാരോടും പത്രോസിനോടും പറയണമെന്ന് പറഞ്ഞറിയിച്ച ആ കാര്യത്തിൽ നമുക്കറിയാം. പത്രോസ് എന്റെ പേര് പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യമൊക്കെ നമ്മളവിടെ മർക്കോസിന്റെ സുവിശേഷം 16 അധ്യായത്തിലേക്ക് പോവുകയാണെങ്കിൽ മർക്കോസിന്റെ സുവിശേഷം 16 അധ്യായത്തില് അവിടെ ഒരു മനോഹരമായ പദപ്രയോഗം എന്താ ഉള്ളേ? പത്രോസിനെ സംബന്ധിച്ചിടത്തോളം പത്രോസിന്റെ ശിഷ്യനായിട്ടുള്ള മർക്കോസ് ആണ് ഈ സുവിശേഷം എഴുതുന്നത്. അപ്പോ പത്രോസ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അന്ന് കർത്താവ് പറഞ്ഞപ്പോ മർക്കോസ് 16-ന്റെ 7-ാമത്തെ വാക്യം, നിങ്ങൾ പോയി അവന്റെ ശിഷ്യന്മാരോടും അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോകുന്നു എന്ന് പറയുവിൻ. അങ്ങനെയാണോ നമ്മുടെ ബൈബിളിലെ വായിച്ച? മർക്കോസ് 16-ന്റെ 7-ാമത്തെ വാക്യം, നിങ്ങൾ പോയി അവന്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും, അതാ ഗോ ടെൽ ഹിസ് ഡിസൈപ്പിൾസ് ആൻഡ് പീറ്റർ. ആ ആൻഡ് പീറ്റർ അത് വലിയൊരു വഴിത്തിരിവുണ്ടാക്കിയ ഒരു റേസ് ആയിരുന്നു. അപ്പോ അന്ന് സഹോദരിമാര് വന്ന് മഗ്ദലക്കാരത്തെ മറിയവും ബാക്കി മറിയമാരും മറ്റേ മറിയവും ഈ മറിയവും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വായിക്കുന്നുണ്ട്. സൂസന്റെയും അവരും ഇവരൊക്കെ വന്ന് കാര്യങ്ങൾ പറയുമ്പോ ശിഷ്യന്മാരോടും പത്രോസിനോടും പറയണമെന്ന് പറഞ്ഞപ്പോ കഥ പത്രോസ് ഒന്ന് നിക്ക് എന്താ പറഞ്ഞേ? ശിഷ്യന്മാരോട് പത്രോസിനോട് പറയണം. അങ്ങനെ പറഞ്ഞു. അങ്ങനെ കർത്താവ് ശരിക്കും പറഞ്ഞു, അത് നിങ്ങൾ എന്നെ സൂചിപ്പിക്കാൻ വേണ്ടി പറയുവാണ്. അല്ല, കർത്താവ് അങ്ങനെ തന്നെ പറഞ്ഞു. എന്നാലും കർത്താവിൽ നിന്ന് നേരിട്ട് പത്രോസ് കേട്ടിട്ട് ഈ സഹോദരിമാരിൽ കൂടെ സഹോദരിമാര് പറഞ്ഞൊക്കെ ചിലപ്പോൾ അവര് വികാരാവേശത്തിലൊക്കെ പത്രോസിനുള്ള സ്നേഹം കൊണ്ടങ്ങ് പറഞ്ഞായിരിക്കും. എങ്കിലും പത്രോസിനൊരു ഉത്സാഹം ഉണ്ടായിരുന്നു. കുറച്ചുപേരൊക്കെ ഉത്സാഹമൊക്കെ നിന്നു. അതിനുശേഷമാണ് പത്രോസിന് കർത്താവ് ബാക്കി ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പായിട്ട് പത്രോസിന് പ്രത്യക്ഷപ്പെടുന്ന ഒരു കാര്യം നമ്മൾ ലൂക്കോസ് 24 അധികം ആരും ശ്രദ്ധിക്കാതെ വായിക്കുന്നുണ്ട്. ലൂക്കോസ് 24 24-ന്റെയും 33, 34 നമ്മൾ വായിക്കുമ്പോൾ എമ്മാവുസിലൂടെ ശിഷ്യന്മാര് ഈ കാര്യങ്ങളൊക്കെ കർത്താവിനെ കണ്ടുമുട്ടിയ കാര്യമൊക്കെ പന്തിരുവരോട് ചെന്ന്, അതായത് ബാക്കി ശിഷ്യന്മാരോട് എന്ന് പറയുമ്പോൾ, പന്തിരുവരെന്ന് പറയാൻ അവിടെ യൂദാസ് പോയി, പിന്നെ 11 പേരാ. ബാക്കി ശിഷ്യന്മാരോട് എന്ന് പറയുമ്പോൾ 33, ലൂക്കോസ് 24-ന്റെ 33, ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരുശലേമിലേക്ക് മടങ്ങിപ്പോകുന്നു. എമ്മാവസിലുള്ള 2 പേര്. ആരൊക്കെ? അതിന്റെ ഒരാള് ക്ലിയോപ്പാസ് ആണെന്ന് 18-ാമത്തെ വാക്യത്തിൽ, ക്ലയപ്പാവ് എന്ന് പേരുള്ളവൻ എന്ന് പറയുമ്പോൾ അവർ ഭവനത്തിലേക്ക് പോയി എന്ന് പറയുമ്പോൾ ക്ലയപ്പാവിന്റെ ഭാര്യ ആയിരിക്കാം രണ്ടാമതുള്ള. ക്ലയപ്പാവിന്റെ ഭാര്യ അവിടെ യോഹന്നാൻ 19:25 ക്രൂശിന്റെ ചുവട്ടിൽ നിന്നിട്ടുള്ളതായിട്ടൊക്കെ യോഹന്നാൻ 19:25 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ക്ലയപ്പാവിന്റെ ഭാര്യയും ആയിരിക്കാം എമ്മാവസിലേക്ക് പോയ, യെരുശലേമിൽ നിന്ന് എമ്മാവസിലേക്ക് പോയ ശിഷ്യന്മാർ എന്ന് പറയുമ്പോൾ അവര് ഭവനത്തിലേക്ക് ചെന്ന് അവരുടെ കണ്ണുകളൊക്കെ തുറന്നു. കർത്താവ് അപ്പം നുറുക്കി കൊടുത്തപ്പോ അപ്പൊ അവര് കുറച്ച് കഴിഞ്ഞ് നമുക്കിന്ന് കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് പോകാന്ന് വിചാരിച്ചില്ല. ആ നാഴികയിൽ തന്നെ, ആ നാഴിക എന്ന് പറയുമ്പോൾ ഹോറ എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് പദം ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ നാഴിക, നിമിഷം എന്ന് വേണമെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്യാം. അറ്റ് ദാറ്റ് വെരി മൊമെന്റ് എന്ന് വേണമെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്ന യൂണിറ്റ് ഓഫ് ടൈം എന്ന ഹോറ എന്നുള്ള വാക്കിന്റെ അർത്ഥം. ആ നാഴികയിൽ തന്നെ, അല്ലെങ്കിൽ ആ നിമിഷം തന്നെ, അറ്റ് ദാറ്റ് ടൈം, അറ്റ് ദാറ്റ് മൊമെന്റ്, ദാറ്റ് വെരി അവർ. അതാ നമ്മള് 33-ാമത്തെ വാക്യത്തില് 32-ാമത്തെ വാക്യം നമ്മളിപ്പോഴും ഇപ്പം പ്രാർത്ഥിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. കർത്താവിന്റെ സ്നേഹത്താൽ അവരുടെ ഹൃദയങ്ങൾ ജ്വലിച്ചുകൊണ്ടിരുന്നു. ആ ജ്വാല അങ്ങ് ആളി പടർന്നുകൊണ്ടിരിക്കുവാണ്. അവരങ്ങ് യേശു കർത്താവ് ഞങ്ങൾക്ക് പ്രത്യക്ഷനാകാൻ തക്കവണ്ണം ഞങ്ങൾ എന്തുള്ളൂ ആ നാഴികയിൽ തന്നെ. അപ്പൊ ശിഷ്യന്മാരോട് ഇന്ന് പറയണം, അവര് നിരാശപ്പെട്ടിരിക്കുമായിരിക്കും. ആ നാഴികയിൽ തന്നെ, അപ്പം തന്നെ, ആ നാഴികയിൽ തന്നെ, ആ നിമിഷം തന്നെ അവർ എഴുന്നേറ്റ് യെരുശലേമിലേക്ക് മടങ്ങിപ്പോകുന്നു. ഇത്രയും ഇനി 3 മണിക്കൂർ നടക്കണം. എമ്മാവുസിൽ നിന്ന് യെരുശലേമിലേക്ക് എത്ര കിലോമീറ്ററാണ് ഉള്ളത്? 11.27 കിലോമീറ്റേഴ്സ്. 3 നാഴിക. സഹോദരൻ എവിടെ നിന്ന് ഈ 11.27 കിട്ടിയെന്ന് ചോദിച്ചാൽ 13-ാമത്തെ വാക്യത്തിലുണ്ട്. അവിടെ 13-ാമത്തെ വാക്യത്തിൽ അന്ന് തന്നെ അതിൽ 2 പേർ യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള, 7 നാഴിക അല്ലെങ്കിൽ 7 മൈൽസ് ദൂരമുള്ള എമ്മാവൂസ്. ഇപ്പോൾ നമ്മള് ഗൂഗിളില് യെരുശലേം ടു എമ്മാവൂസ് ഡിസ്റ്റൻസ് 7 മൈൽസ് 11.27 കിലോമീറ്റർ
ഏഹ് 10 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കൊരു ദൂരം ഏകദേശം അറിയാമായിരിക്കും. ഇവിടുന്ന് 10 കിലോമീറ്റർ, ഇവിടുന്ന് ഹരിപ്പാട് വരെ 7 കിലോമീറ്റർ കണ്ടാന്ന് തോന്നുന്നില്ലേ? ഇവിടുന്ന് കായംകുളം ബസ് സ്റ്റാൻഡ് വരെ 9 കിലോമീറ്റർ. അപ്പൊ 10 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ അങ്ങോട്ട്, കരിയില അതൊന്നുമല്ല, കുറച്ചുകൂടെ അങ്ങോട്ടുള്ള സ്ഥലം. അപ്പൊ 11 കിലോമീറ്റർ ദൂരം, 11 കിലോമീറ്റർ ദൂരം എങ്ങനെ അവർക്ക് എന്താ AC കാറ്, ഊബർ ടാക്സി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇല്ല. അവർക്ക് നടന്നു വേണം പോകാന്. അയ്യോ, ഇങ്ങനെ ക്ലൈപ്പസിന്റെ ഭാര്യ, അയ്യോ എന്റെ മുട്ട് വേദനിക്കുന്നേ, എന്റെ നടു വേദനിക്കുന്നേ, ഞാൻ അതെല്ലാം മറന്നു അവര്. ശരിയാണ്, നമ്മളെ പ്രായമുള്ളവരൊക്കെ അതിൻ്റെതായ പരിമിതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ചെറുപ്പക്കാരെന്ന് പറയുന്നവർക്ക് തന്നെ ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു തീക്ഷ്ണത, അവരപ്പം തന്നെ അങ്ങ് എഴുന്നേറ്റ് പിന്നെ അങ്ങ് തിരിച്ചു നടക്കുക. ആ നടന്ന വഴിയെ തന്നെ തിരിച്ചു നടക്കാനോ, കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തിട്ടൊക്കെ പോയാൽ മതി. അവർക്ക് ഇന്നത്തെ പോലെ വാട്സാപ്പിൽ വിളിച്ച് പറയാനൊന്നും ഉള്ള സാധ്യതയൊന്നും ഇല്ല. പക്ഷെ അവരങ്ങ് തിരിച്ചു നടക്കുവാണ്, മടങ്ങിപ്പോന്നു. അപ്പൊ മടങ്ങിപ്പോന്നതിന്റെ കാരണം 34, കർത്താവ് വാസ്തവമായി ഉയർത്തെഴുന്നേറ്റു. 34, ലൂക്കോസ് 24:34, ദ ലോർഡ് ഹാസ് റിയലി റിസൺ ആൻഡ് ഹാസ് അപ്പിയർഡ് ടു സൈമൺ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. കർത്താവ് വാസ്തവമായി ഉയർത്തെഴുന്നേറ്റ് സീമോന് പ്രത്യക്ഷനായി എന്ന് കൂടിയിരുന്ന് പറയുന്ന 11 വരെയും കൂടെയുള്ളവരെയും കണ്ടു. അപ്പം ഈ എമാവസിലൂടെ പോകുന്ന ശിഷ്യന്മാർക്ക്, ക്ലേപ്പാവനും ഭാര്യയ്ക്കും ഒക്കെ പ്രത്യക്ഷപ്പെടുന്ന ആ സമയം തന്നെ, അതിനുശേഷവും ഒരു പക്ഷേ അവരിങ്ങോട്ട് തിരിഞ്ഞു നടക്കുന്ന സമയം കൊണ്ട് കർത്താവിനും ഇരിക്കപ്പെടുകയില്ല. എന്റെ പത്രോസ് മോൻ, എന്റെ പത്രോസ് കൂട്ടൻ എന്ന് പറയുന്ന പോലെ ആ ഒരു വലിയ വാത്സല്യത്തോടെ കുഞ്ഞെ എന്ന് വിളിക്കുന്ന ആ സ്നേഹത്തോടെ, എന്റെ പത്രോസ്, എന്റെ പ്രിയ അരുമ ശിഷ്യൻ, അവന്റെ ഹൃദയം കർത്താവിന് വെയിറ്റ് ചെയ്യുമായിരുന്നു. കുറച്ചു നേരം അവനെ കുറച്ചൊന്ന് ഉരുകട്ടെ, കുറച്ചൊന്ന് മാനസാന്തരപ്പെടട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുമായിരുന്നു. എന്നാൽ കർത്താവ് എന്താ ചെന്ന് പത്രോസിന് പ്രത്യക്ഷപ്പെടുന്നു. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ആയിരിക്കുമ്പോഴാണ് പിന്നെ ബാക്കിയുള്ള ശിഷ്യന്മാർക്കും പ്രത്യക്ഷപ്പെടുന്നത്. അപ്പൊ ആ സമയത്ത് തോമസ് ഇല്ലായിരുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ യോഹന്നാൻ 20 നമ്മൾ വായിക്കുന്നത്. അവർക്ക് ആ 11 പേർക്കും കൂടെ, അപ്പൊ ആദ്യം സിമോന് പ്രത്യക്ഷനായി, കർത്താവ് ആദ്യം മഗ്ദല മറിയത്തിന് പ്രത്യക്ഷനായി, പിന്നെ ബാക്കിയുള്ള മഗ്ദല മറിയത്തിന്റെ കൂടെയുള്ള സഹോദരിമാർക്ക് പ്രത്യക്ഷനായി, പിന്നെ എമ്മാവസിലുള്ള ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി, സീമോന് പ്രത്യക്ഷനായി. അതിന് ആരാ ആദ്യം പ്രത്യക്ഷനായി എന്നുള്ളതിന് നമുക്ക് അത്രയും തിട്ടമില്ല. അതായത് എമ്മാവസിലെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി സീമോന്, അതായത് സീമോൻ എന്ന് പറഞ്ഞാൽ ആരാ? സൈമൺ, പത്രോസിന്റെ പേര് സീമോന് പ്രത്യക്ഷനായി. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള ശിഷ്യന്മാർക്ക് എന്ന് പറയുമ്പോൾ തോമസ് അപ്പോൾ ഇല്ലായിരുന്നു. ബാക്കിയുള്ള 10 ശിഷ്യന്മാർക്ക്, യൂദ പോയി, തോമസ് ആ സമയത്ത് ഇവിടെ ഇല്ലായിരുന്നു. തോമസിന് വേണ്ടി പിന്നെ കർത്താവ് 8 ദിവസത്തിന് ശേഷം പ്രത്യേക ഒരു അപ്പോയിന്റ്മെന്റ് കർത്താവ് എടുത്ത് വരുന്ന കാര്യമൊക്കെ നമ്മൾ യോഹന്നാൻ 20 വായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു കർത്താവിന്റെ പത്രോസിന് പ്രത്യക്ഷനായി എന്ന് ഇവിടെ മാത്രമല്ല വേറെ എവിടെയും പറയുന്നുണ്ട്. നമ്മൾ 1 കൊരിന്ത്യർ 15:5 നമ്മൾ യോഹന്നാൻ സുവിശേഷം വാക്യപ്രതിവാക്യമായിട്ടൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ആ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെയും ഓർമ്മയിൽ നിന്ന് ഒന്നുകൂടെ പൊടിതട്ടിയെടുക്കുവാണ്. 1 കൊരിന്ത്യർ 15:5 ഇത് ലൂക്കോസ് മാത്രമല്ല പത്രോസും പറയുന്നുണ്ട്. പൗലോസും പറയുന്നുണ്ട് ഈ ഒരു പത്രോസിനുള്ള ഒരു പ്രത്യേക പ്രത്യക്ഷപ്പെടൽ. അതാ 1 കൊരിന്ത്യർ 15:5 വാക്യം, കേഫാവിനും പിന്നെ 12 പേർക്കും. അപ്പൊ ആദ്യം ബാക്കിയുള്ള ശിഷ്യന്മാർക്ക്, സഹോദരിമാർക്ക് പ്രത്യക്ഷനായി, മഗ്ദല മറിയത്തിന് പ്രത്യക്ഷനായി, ബാക്കിയുള്ള കൂടെയുള്ള സഹോദരിമാർക്ക് പ്രത്യക്ഷനായി, എമ്മാവസിലെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. എന്നാൽ ബാക്കിയുള്ള 12 ശിഷ്യന്മാർക്ക് പറയുമ്പോൾ ശരിക്കും അത് 12 എന്ന് അറിയപ്പെടുന്നതെന്ന് ഈ ഒരു കൂട്ടമായിരുന്നു. അതുകൊണ്ട് 12 എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരുന്നു. പക്ഷെ അവിടെ ആദ്യം ആ സമയത്ത് അവിടെ തോമസ് ഇല്ലായിരുന്നു. ബാക്കിയുള്ള 10 പേരാ. അപ്പൊ ആ 12 പേർക്ക്, ബാക്കിയുള്ള ഈ ശിഷ്യന്മാർക്ക് 12 പ്രത്യക്ഷനാവുന്നതിന് മുമ്പേ, ഇപ്പം ദ ചെറിയാൻസ്, ദ കുരുവിളാസ് എന്നൊക്കെ പറയുന്നത് പോലെ ദ 12, അത് ആ ഒരു പ്രയോഗം അവിടെ ആക്ഷരികമായിട്ട് 12 ഇല്ലാതെങ്കിൽ യുദാസ് പോയതെങ്കിലും 12 പേർക്കും പ്രത്യക്ഷനാകുന്നതിന് മുമ്പേ അതാ 12 പേർക്ക് എന്നുള്ള പ്രയോഗം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 12 പേർക്കും പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ എന്ന് അവിടെ 1 കൊരിന്ത്യർ 15:5 പറയുന്നത്. അപ്പം ബാക്കിയുള്ള ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമാകുന്നതിന് മുമ്പേ യോഹന്നാനും, യോഹന്നാന്റെ സുവിശേഷം എഴുതുന്ന യോഹന്നാനും, ബാക്കിയുള്ള അന്ത്രയോസിനും ഫിലിപ്പോസിനും നഥാനിയേലിനും ഒക്കെ മത്തായിക്കും എല്ലാം പ്രത്യക്ഷമാകുന്നതിന് മുമ്പായിട്ട് ആർക്ക് പ്രത്യക്ഷമായി? പത്രോസിന് പ്രത്യക്ഷമായി. അപ്പൊ അതിനുശേഷം പിന്നെ 12 പേർക്ക് പ്രത്യക്ഷനായി. അത് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 20 കർത്താവിന്റെ ഉയർത്തെഴുന്നേറ്റ ദിവസം കർത്താവിന് എന്തുവായിരുന്നു? സ്വസ്ഥമായിട്ടുള്ള വിശ്രമമായിരുന്നു. 5 അപ്പോയിന്റ്മെന്റ്സ് ആയിരുന്നു. മഗ്ദലക്കാരത്തി മറിയത്തിന്, ബാക്കിയുള്ള കൂടെയുള്ള സഹോദരിമാർക്ക്,
എമ്മാവസിൽ കർത്താവ് കൂടെ ഇവരുടെ കൂടെ നടന്നു, എമ്മാവസിലുള്ള ശിഷ്യന്മാരുടെ കൂടെ നടന്നു. കർത്താവ് പുനരുദ്ധാന ശരീരത്തോടു കൂടി നടക്കാൻ പിന്നെ അതിന് യാതൊരു പ്രയാസമില്ല. കർത്താവിന് വേണമെങ്കിൽ പറന്ന് വേണമെങ്കിലും പോകായിരുന്നു. എന്നാൽ കർത്താവ് ഇവരുടെ കൂടെ നടന്നു. പിന്നെ പത്രോസിന്, പിന്നെ 12 പേർക്ക്. അങ്ങനെ ആ പുനരുദ്ധാനം ചെയ്ത ഞായറാഴ്ച കർത്താവിന് റെസ്റ്റ് ഇല്ലായിരുന്നു. കർത്താവ് വേണമെങ്കിൽ കുറച്ചുകൂടെ സ്പേസ് ഔട്ട് ചെയ്തൊക്കെ ഒന്ന് ചെയ്താൽ പോരായിരുന്നു എന്ന് ചിലപ്പം ദൂതന്മാരെങ്ങനെ ചോദിച്ചാൽ, എന്റെ കുഞ്ഞുങ്ങളെ എനിക്ക് കാണാതെ ഇരിക്കപ്പെടുകയില്ല. കർത്താവ് ആ ദിവസം മൊത്തം ഒന്ന് ഇവരെ കാണുന്നതിന് ചെലവഴിക്കുമായിരുന്നു. അതിനുശേഷം പിന്നെ 8 ദിവസത്തിന് ശേഷമാണ് തോമസും കൂടെ ഉണ്ടായിരുന്നപ്പോ അവർക്ക് പ്രത്യക്ഷനായി. അതിനുശേഷം മൂന്നാമത് പ്രത്യക്ഷപ്പെടുന്നത്, അപ്പൊ ശിഷ്യന്മാർക്ക് ഒരുമിച്ച് മൂന്നാമത് പ്രത്യക്ഷപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മളിവിടെ യോഹന്നാൻ 21 അധ്യായത്തില് നമ്മൾ ആദ്യം വായിച്ച യോഹന്നാൻ 21 അധ്യായത്തില് അവിടെ മൂന്നാമത് പ്രത്യക്ഷപ്പെട്ടെന്ന് ഞാനങ്ങ് പറഞ്ഞാണോ കണക്ക് കൂട്ടി? അവിടെ പരിശുദ്ധാത്മാവ് അവിടെ എഴുതി വെച്ചിട്ടുമുണ്ട്. സഹോദരൻ എങ്ങനെ അറിയാം ഈ മൂന്നാമതാണ്, അതിന് മുമ്പേ ഇത് പ്രത്യക്ഷപ്പെട്ടില്ലെന്ന് എന്താ ഉറപ്പ് എന്ന് ചോദിച്ചാൽ ഇതാ ഉറപ്പ്. നമ്മളിപ്പോ വായിച്ച വാക്യത്തിന് തൊട്ട് മുമ്പേയുള്ള വാക്യം, യോഹന്നാൻ 21-14 വാക്യം, യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നതിന് ശേഷം ഇങ്ങനെ 3-ാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. 3-ാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായ 3-ാമത്തെ പ്രാവശ്യം. 1-ാമത്തെ പ്രാവശ്യം റിസറക്ഷൻ സൺഡേ, പുനരുദ്ധാനം ചെയ്ത ഞായറാഴ്ച തന്നെ വൈകുന്നേരം അവർക്ക് പ്രത്യക്ഷനായ. രാവിലെയൊക്കെ സമയത്ത് ബാക്കി കൂടുതൽ ഇമ്പോർട്ടന്റ് അപ്പോയിന്റ്മെന്റ്സ് എന്തായിരുന്നു? മഗ്ദല മറിയത്തിനും ബാക്കിയുള്ള മറിയമാർക്കും പിന്നെന്താ ക്ലൈപ്പാവിനും ഭാര്യയ്ക്കും പിന്നെന്താ പത്രോസിനും ഒക്കെ പ്രത്യക്ഷനായി. വൈകുന്നേരം ആയപ്പോ തോമസ് ഇല്ലാതിരുന്ന ആ സമയത്ത് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. പിന്നെ തോമസും കൂടെ ഇരിക്കുന്ന സമയത്ത് തോമസിന് പ്രത്യക്ഷനായി. തോമസിന് പ്രത്യക്ഷനായത് എന്തിനു വേണ്ടിയാ തോമസിന് പ്രത്യേകം പ്രത്യക്ഷനായത്? നമ്മളെ ഓർത്തിട്ടാണ്. ആ തോമസ് ആണ് പിന്നീട് കേരളക്കരയിലേക്ക് സുവിശേഷ ജ്വാലയുമായി കടന്നു വന്നത്. ഏത് വർഷമാണ്? AD 52. 52 എങ്ങനെ ഞാൻ ഓർക്കുന്നത് വെച്ചാൽ മലയാളം അക്ഷരമാറ്റത്തിൽ 52 അക്ഷരങ്ങൾ. ആശാൻ ഒന്ന് വിളിച്ചാൽ 51 വിളക്കിയ ശിഷ്യൻ എന്നാണ് കുഞ്ചൻ നമ്പ്യാര് പാടിയെങ്കിൽ 52 അക്ഷരങ്ങൾ എന്നാണ് നമ്മൾ പൊതുവെ മലയാളത്തില്. ഇംഗ്ലീഷിൽ എത്ര അക്ഷരങ്ങളുണ്ട്? 26. അപ്പൊ ഗ്രീക്കിൽ ആൽഫ ടു ഒമേഗ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ. അപ്പൊ അവിടെ മലയാളത്തിൽ 52. അപ്പൊ അതുകൊണ്ട് ഞാൻ 52 എങ്ങനെ എനിക്ക് ഓർക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഞാൻ ഈ പഠിക്കുന്ന പിള്ളേർക്കുള്ള ഗിമിക്സ്, ഓർമ്മയുടെ നിമോണിക്സ്, ഓർമ്മയുടെ കുറുക്ക് വഴി പറഞ്ഞില്ല എന്തെങ്കിലുമായിട്ട് നമ്മൾ കോറിലേറ്റ് ചെയ്ത് ഓർക്കാം. അപ്പൊ 52 നമുക്ക് ഓർക്കാനുള്ളൂ. പണ്ട് ഒരു 78-ാം സങ്കീർത്തനം എനിക്ക് ഓർക്കാൻ ഭയങ്കര പാടായിരുന്നു. അപ്പൊ ഞാൻ നാരായണമ്പേറിന്റെ വയസ്സ് ഓർത്ത്, ഇത് നാരായണമ്പേറിന്റെ വയസ്സ്, ബിഷപ്പ് പേരിന് ഇപ്പൊ 79 ആയി കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഒരു പിറന്നാളും കൂടെ ആഘോഷിച്ചു. നാരായണമ്പേറിന്റെ വയസ്സുള്ള സങ്കീർത്തനം എന്ന് ഓർത്തായിരുന്നു ഞാൻ ഒരു 78-ാം സങ്കീർത്തനം ഓർക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർക്കണം. നമുക്ക് വേറെ ക്രിക്കറ്റിന്റെ സ്കോർസ്, എത്ര ഗോൾ അടിച്ചു അർജന്റീന ഇന്ന മാച്ചിൽ, എത്ര ഗോൾ അടിച്ചു, അല്ല മറ്റേ വേറെ ഹാലൻഡ് എത്ര ഇത് ചെയ്തു, എന്തൊക്കെ നമുക്ക് അല്ലാതെ ചിലപ്പം സ്വാഭാവികമായിട്ട് ഓർമ്മ കാണും നമ്മുടെ ചെറുപ്പക്കാർക്കൊക്കെ. പക്ഷെ അത് ഓർക്കുന്നതിന് തെറ്റില്ല. എന്ന വചനത്തിന്റെ കാര്യങ്ങളും കൂടെ നമ്മൾ ഓർക്കണം. അപ്പൊ ആ ഒരു എന്താ നമ്മൾ പറഞ്ഞു, പത്രോസിനോടുള്ള കർത്താവിന്റെ ആ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കർത്താവിന്റെ ഒരു കരുതല് നമ്മുടെ ജീവിതത്തിലും നമ്മള് നമ്മുടെ പത്രോസിനെ പോലെ. പത്രോസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? പെട്രോസ് എന്നുള്ളൊരു ഗ്രീക്ക് വാക്കാണ് അല്ലെ. പെട്രോസ് എന്ന് പറഞ്ഞാൽ സ്മോൾ സ്റ്റോൺ, ഈ ഒരു ചെറിയ കല്ല്. പെട്ര എന്ന് പറഞ്ഞാൽ ദ ലാർജ് റോക്ക്, വലിയ പാറ എന്നൊക്കെയാണ് പെട്ര എന്നുള്ള വാക്കിനർത്ഥം. പെട്രോസ് എന്ന് പറഞ്ഞാൽ ചെറിയ കല്ല്. നീ പെട്രോസ് ആകുന്നു, നീ ചെറിയ കല്ലാകുന്നു. എന്നാൽ ഈ വെളിപ്പെടുത്തപ്പെട്ട ക്രിസ്തുവാകുന്ന ആ വലിയ പാറമേലാണ് സഭയെ പണിയുന്നതെന്നൊക്കെയാണ് അവിടെ കർത്താവ് മത്തായി 16-ാം അധ്യായത്തിലൊക്കെ പറയുന്നത്. പെട്രോസ് ചെറിയ കല്ല് വളരെ ഉറപ്പുള്ളതാണ്. കല്ലെന്ന് പറഞ്ഞാൽ കല്ല് പോലെ ഉറപ്പുള്ളതെന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ പത്രോസിന്റെ ജീവിതത്തിൽ എന്തായിരുന്നു? ഈ ഒരു വലിയ ഉറപ്പും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. വളരെ ശിഥിലമായിട്ടുള്ള ഒത്തിരി ആവേശവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഒത്തിരി ഒരുപാട് തള്ളിപ്പറച്ചിലുകളും ആവേശം, ഭയങ്കര ആര് തള്ളിപ്പറഞ്ഞാലും ഞാൻ തള്ളിപ്പറയത്തില്ല എന്നൊക്കെ പത്രോസ് വലിയ വായിലെ പറയുന്ന രംഗമൊക്കെ നമ്മൾ മത്തായി 26-ലൊക്കെ വായിക്കുന്നുണ്ട്. പത്രോസിന്റെ ആ പറച്ചിൽ കേട്ട് ബാക്കി ശിഷ്യന്മാരും കൂടെ ഏറ്റുപിടിച്ച് ഞങ്ങളാരും തള്ളിപ്പറയത്തില്ല എന്നൊക്കെ പറഞ്ഞ്, പക്ഷെ ഇവര് വന്ന് അറസ്റ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ശിഷ്യന്മാരെല്ലാവരും കൂടെ ഓടിപ്പോയെന്ന നമ്മൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ വായിക്കുന്നത്. എന്നാൽ പത്രോസ് പിന്നെ ദൂരം വിട്ട് പിഞ്ചെന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ തള്ളിപ്പറയുന്ന രംഗമൊക്കെ നമ്മളവിടെ മത്തായി 26-ാം അധ്യായത്തിലും ലൂക്കോസ് 22-ാം അധ്യായത്തിലൊക്കെ വായിക്കുന്നുണ്ട്. അപ്പം നമ്മളുടെ ജീവിതത്തിലെ പരാജയങ്ങള്, പല വീഴ്ചകള്, പല തകർച്ചകള് ഒക്കെ പത്രോസിന്റെ ജീവിതമായിട്ട് താരതമ്യപ്പെടുത്തുവാന് നമുക്ക് പറ്റുന്ന കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെയുള്ള കർത്താവേ, ഞാൻ അങ്ങയ്ക്ക് വേണ്ടി എല്ലാം സമർപ്പിക്കാം, അങ്ങയ്ക്കായിട്ട് നിലപാടെടുക്കാം, അങ്ങയ്ക്കായിട്ട് എല്ലാം സമർപ്പിക്കാം, അവിടത്തേക്കായിട്ട് ശിഷ്യനായിട്ട് ഞാൻ നിൽക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തിൽ പല പ്രലോഭനങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഒക്കെ ഘട്ടത്തില്
ചില മോഹങ്ങളുടെയോ ചില കോപത്തിന്റെയോ കയ്പിന്റെയോ ഒക്കെ മുമ്പിൽ ചിലപ്പോൾ നമ്മൾ വീണുപോയിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ചില നിരാശപ്പെടുത്തുന്ന ചില സാഹചര്യങ്ങള്, ചില ആകുല ചിന്തകള് ഒക്കെ നമ്മളെ വിഴുങ്ങിയിട്ടുണ്ടാകാം. അങ്ങനെയൊക്കെയുള്ള ചില പരാജയങ്ങളുടെ കയ്പ് നീര്. അപ്പൊ കർത്താവ് എന്നെ യഥാർത്ഥത്തില് സ്നേഹിക്കുന്നുണ്ടോ, ഞാന് വീണ്ടും ജനിച്ചതിന് ഉറപ്പുണ്ടോ ഉറപ്പുണ്ടോ എന്ന് ഈ അങ്കിൾമാർ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. സ്നാനപ്പെടാൻ സമയമായോ, പക്ഷെ പിന്നെ ഞാന് അയ്യോ ഇതിപ്പം വീണു പോയല്ലോ, അപ്പൊ പിന്നെ ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും ഞാൻ വീണു പോയത്. അങ്ങനെയൊക്കെ വിചാരിച്ച് കർത്താവ് എന്നെ യഥാർത്ഥത്തില് കൈക്കൊണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞിരിക്കുമ്പോ അവിടെ പത്രോസിന് ഈ ഒരു യോഹന്നാൻ 21:15 വാക്യം ആണ് യോഹന്നാൻ ഇവിടെ കുറിച്ചു വെക്കുന്നത്. എന്നാൽ അതിന് തൊട്ട് മുമ്പും പത്രോസിന് കർത്താവുമായിട്ട് കുറച്ചൊരു ഇന്റിമേറ്റ് പേഴ്സണൽ ടൈം കിട്ടി. എപ്പോഴാണ്? നമ്മൾ അതിന് തൊട്ട് മുമ്പുള്ള വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്, ഇത് കർത്താവാകുന്നു എന്ന് ആരാ പറഞ്ഞു? 7-ാമത്തെ വാക്യം, യേശു സ്നേഹിച്ച ശിഷ്യൻ, അതായത് പടകിന്റെ വലത് ഭാഗത്ത്, കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വല്ലതും കൂട്ടുവാൻ വല്ലതും ഉണ്ടോ ഉണ്ടോ എന്നൊക്കെ 5-ാമത്തെ വാക്യത്തില് കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുന്നു. പടകിന്റെ വലത് ഭാഗത്ത് വല വീശു എന്ന് പറയുന്നു. വല വീശു, വലിയ വലിയ ഒത്തിരി മീനുകളൊക്കെ കിട്ടിയപ്പോഴത്തേക്കും 153 വലിയ മീൻ കിട്ടിയെന്നൊക്കെയാണ് നമ്മള് അതിന്റെ താഴോട്ട് വായിക്കുമ്പോൾ അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ 153, ആ സംഖ്യ പോലും യോഹന്നാന് മറക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പൊ നമ്മള് 150 അല്ലെങ്കിൽ 250 ഒക്കെ അതാണെങ്കിൽ കുറച്ചുകൂടെ ഓർക്കാൻ എളുപ്പമുള്ള സംഖ്യ എന്ന് പറയുന്നത് 153. കർത്താവ് ഇങ്ങനെ അതെന്ന് പറഞ്ഞ കുറച്ചുകൂടി ഒരു നല്ല സംഖ്യ ഇത്, അല്ലെങ്കിൽ 7ന്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കണം, അല്ലെങ്കിൽ 10ന്റെ 5ന്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കണം എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും. പക്ഷെ 153, അത് യോഹന്നാൻ അവിടെ പരിശുദ്ധാത്മാവിനെ എഴുതി വെച്ചേക്കും. അതുപോലെ അവർക്കത് മറക്കാൻ പറ്റാത്ത, അത് ചെറിയത് നത്തലിയും കൊഞ്ചുമൊക്കെ ആയിരുന്നു കർത്താവ് കൊടുത്തേ. 11-ാമത്തെ വാക്യം, സീമോൻ പത്രോസ് കയറി 153 ചെറിയ മീൻ, അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ലാർജ് ഫിഷ്, വലിയ മീന്. ആ യോഹന്നാൻ മുക്കുവനായിട്ടുള്ള മുഖനായിട്ട് ഉണ്ടായിരുന്ന യോഹന്നാൻ വലിയ മീൻ എന്ന് പറയുമ്പോൾ ശരിക്കും നല്ല വലിയ മീൻ തന്നെ ആയിരിക്കും. വലിയ മീൻ. നമ്മളെ പോലെ അത്ര മീനൊന്നും അറിയാത്തവര് വലിയ മീൻ എന്ന് പറയുന്നത് നമ്മുടെ കടലോരത്ത്, നമ്മുടെ ആലപ്പുഴ സ്ഥലം, ഇതായിരുന്നു വലിയ മീൻ. ഞങ്ങൾ എത്ര വലിയ മീൻ, ഇതിനെക്കാട്ടി വലിയ സ്രാവുകളെ കണ്ടാ ഞങ്ങൾ വളർന്നിരിക്കുന്നത്, ഇതായിരുന്നു നിങ്ങളുടെ വലിയ മീൻ എന്ന് നമ്മൾ അവിടെ സ്ഥലങ്ങൾ അങ്ങനെ പറയത്തില്ല. പക്ഷെ എങ്കിലും അവർക്ക് അങ്ങനെയുള്ള വലിയ മീനെ, ഇപ്പൊ അവിടെ മുക്കുവന്മാരായിട്ടുള്ള യോഹന്നാനൊക്കെ വലിയ മീൻ എന്ന് പറയുമ്പോൾ ശരിക്കും നല്ല വലിയ മീൻ തന്നെ ആയിരിക്കും. വല കീറി പോകാമായിരുന്നു എന്ന വല കീറിയില്ല എന്ന എന്റെ ഈ 11-ാമത്തെ വാക്യത്തില് നമ്മൾ വായിച്ചത്. 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പം കർത്താവിന് പത്രോസുമായിട്ടുള്ള പേഴ്സണൽ ടൈം എവിടെ കിട്ടിയതിന്റെ ഇടയ്ക്ക്? 7-ാമത്തെ വാക്യം വായിക്കുവാണെങ്കിൽ ഈ വലിയ മീനൊക്കെ കാണുമ്പോഴത്തേക്ക് മുഖവന്മാർ എന്ത് പറയും? ഇതാണ് സ്രാവ്, ഇതാണ് കരിമീൻ എന്നാണ് അവർ സാധാരണ ഇന്നത് കിട്ടിയോ, അതെ നമുക്ക് അത് കിട്ടി, ഇത് കിട്ടി എന്ന് പറയും. പക്ഷെ യോഹന്നാൻ എന്താ പറയുന്നത്? ഇത് സ്രാവാണെന്നാണ് പറയുന്നത്. അല്ല, ഇത് കർത്താവാണിത്. ഇറ്റ് ഇസ് ദ ലോർഡ്. ഇറ്റ് ഇസ് ദ ലോർഡ്. 7-ാമത്തെ വാക്യം, യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. അവരുടെ വിശ്വാസ ജീവിതം ഇറങ്ങിത്തിരിച്ച ആ ഒരു സമയത്തും ലൂക്കോസ് 5-ാം ഇതുപോലൊരു സംഭവമൊക്കെ നമുക്ക് അറിയാം. രാവന്തിയോളം അവരെല്ലാം മീൻ പിടിക്കാൻ നോക്കിയിട്ട് ഒന്നും കിട്ടിയില്ല. കുച്ച് നഹീം മില, ഒന്നും കിട്ടിയില്ല. അപ്പൊ എന്തോ അത് കഴിഞ്ഞിട്ട് പിന്നെ വലിയ മീൻ ആഴത്തിലേക്ക് ഇറങ്ങി മീൻ, അതൊക്കെ ഗുഹാതുരത്വം, നൊസ്റ്റാൾജിയ. ഗുഹാതുരത്വം എന്ന് പറഞ്ഞാൽ അറിയാവോ? നെസ്റ്റാൾജിയ എന്ന് പറഞ്ഞാൽ പഴയ ചില ഓർമ്മകളൊക്കെ നമുക്ക് ആ ഒരു എന്താ പറയുക, ആ ഒരു മാമ്പഴ പുളിശ്ശേരിയുടെ സ്വാദെന്ന് നമ്മുടെ ഈ മധുരത്തിന്റെ സ്വാദുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് പറഞ്ഞതുപോലെ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ആ ഒരു ഗുഹാതുരത്വം ഉണർത്തുന്ന പഴയ വിദ്യാലയ തിരുമുറ്റത്തെത്തുക മോഹൻ എന്നൊക്കെ പറയുന്നത് പോലെ ആ ഗുഹാതുരത്വം പെട്ടെന്നൊരു ഫ്ലാഷ് ബാക്കിലേക്ക് അവർ പോയി. പണ്ട് കർത്താവ് അതുപോലെ വലിയ മീൻകൂട്ടത്തെയൊക്കെ തന്നിട്ടാണ് ഞങ്ങള് വള്ളവും വലയൊക്കെ എറിഞ്ഞ് വിട്ട് ഞങ്ങൾ ഈ കർത്താവിനെ അനുഗമിച്ചത്. ആ ഒരു ആദ്യ സ്നേഹത്തിലേക്കൊക്കെ ഞാൻ പാപിയാകുന്ന കർത്താവെ എന്നെ വിട്ടുപോകുന്നൊക്കെ ലൂക്കോസ് 5:8 പത്രോസ് പറയുന്ന രംഗവും അതൊക്കെ അവരുടെ ഹൃദയത്തില് ഇപ്പോഴും ഇന്നലെ എന്ന പോലെ അതിപ്പോഴും തെളിവായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം അവിടെ അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് എന്താ ഇവിടെ 8-ാമത്തെ വാക്യത്തില് അത് 7-ാമത്തെ വാക്യത്തില് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് ശീമോൻ പത്രോസ് കേട്ടിട്ട് താൻ നഗ്നനാകയാൽ എന്ന് പറഞ്ഞാല് മേൽവസ്ത്രമൊക്കെ മാറ്റിയിട്ടായിരിക്കും അവര് പണിക്ക് ഇറങ്ങുന്നത്. അപ്പം താൻ നഗ്നനായാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. ഒരു സാക്ബേർ പണ്ട് ഈ ഒരു പോഷൻ പറയുമ്പം നോക്കുന്നുണ്ട്. ആ ഒരു പത്രോസിന് കർത്താവിനുള്ള ഒരു ബഹുമാനം. പത്രോസിന് കർത്താവിന് മുമ്പാകെ ഒന്നും മറക്കാനില്ല. പക്ഷെ
ആ ഒരു വലിയൊരു അതിഥി വരുമ്പോ നമ്മൾ ആ നിൽക്കുന്ന നിപ്പിലല്ല കുറച്ചുകൂടെ ഒന്ന് ഇങ്ങനെ നല്ല ഷർട്ടൊക്കെ എടുത്തിട്ട് പുറത്തോട്ട് ഇറങ്ങുമെന്ന് പറഞ്ഞതുപോലെ ആ ഒരു എന്താ ആ, ആ, പത്രോസ് ആ ഒരു കർത്താവിനോടുള്ള ആ ഒരു റെഫറൻസ്, ആ ഒരു ബഹുമാനത്തോടെ അവന് എന്താ പെട്ടെന്ന് ആ ഉള്ള സമയം കൊണ്ട് അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി എന്ന് പറയുമ്പം ഇവരിങ്ങനെ തീരത്തോട് അടുത്ത് വരിക. ആ തീരത്ത് ആരാ നിൽക്കുന്നേ? യേശു കർത്താവ്. അപ്പം എന്തായാലും ഇനി പടകിന് അടുത്ത് വരിക. പക്ഷെ പടകില് ബാക്കിയുള്ള ശിഷ്യന്മാരെ അടുത്ത് വരുന്നതിന് മുമ്പായിട്ട് ആർക്ക് കർത്താവിനെ കാണണം? എന്റെ പത്രോസിന് പത്രോസ് പറയും, എന്റെ കർത്താവിനെ എനിക്ക് ബാക്കിയുള്ള ശിഷ്യന്മാരെക്കാട്ടിലും മുമ്പേ എനിക്ക് എന്റെ കർത്താവിനെ മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞൊരു എന്ന് പറഞ്ഞൊരു ഒരു ഒരു എന്താ ഒരു ആവൽ, ഒരു അഭിനിവേശം, ആ ഒരു ത്രിൽ, ആ ഒരു ഏണസ് ലോങ്ങിങ് കടലില് അരയിൽ ചുറ്റി കടലിൽ ചാടി. എട്ടാമത്തെ വാക്യം, ശേഷം ശിഷ്യന്മാർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിലധികം. 200 മുഴം എന്ന് പറയുമ്പോൾ ഒരു 91 മീറ്റർ. 91 മീറ്റർ എന്ന് പറയുമ്പം 1 മിനിറ്റ് നടക്കാനൊക്കെ അത് വരാനൊക്കെ ഏകദേശം ഒരു മിനിറ്റ് ഒക്കെ എടുക്കും. 91 മീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ 100 മീറ്റർ റേസ് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, 100 മീറ്റർ. അപ്പൊ ഏകദേശം ആ ഒരു 100 മീറ്റർ 200 മുഴത്തിലധികം ദൂരത്തല്ലായികയാൽ, അത് എട്ടാമത്തെ ഭാഗത്തിന് ശേഷം ശിഷ്യന്മാർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിലധികം ദൂരത്തല്ലായികയാൽ മീൻ നിറഞ്ഞ വല ഇഴച്ചും കൊണ്ട് ചെറിയ പടകിൽ വരുന്നു. അപ്പൊ ഈ വലിയ വലയൊക്കെ ഇവര് ഇഴച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ സമയം എടുക്കുമെന്ന് ആർക്കറിയാം? പത്രോസിന് അറിയാം. അപ്പം കരയ്ക്ക് ഇറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. കർത്താവിന്റെ ആ ഒരു സ്നേഹത്തിന്റെ തീക്കനല്. ആ തീക്കനല് അവിടെ ആ ഒരു ചാർക്കോൾ ഫയർ എന്ന് പറഞ്ഞ ആ ഒരു പദപ്രയോഗം, ചാർക്കോൾ ഫയർ, ആ പദപ്രയോഗം, ആ ഒരു ചാർക്കോൾ എന്ന് പറയുന്ന ആ പദം ബൈബിളിൽ രണ്ടിടത്തെയും ഉപയോഗിച്ചിട്ടുള്ള കാര്യമൊക്കെ നമ്മൾ അന്ന് യോഹന്നാന്റെ സുവിശേഷം പഠിക്കുമ്പോൾ നമ്മളത് കണ്ടായിരുന്നു. അന്ത്രാക്കിയ എന്ന് പറഞ്ഞൊരു പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അന്ത്രാക്സ് എന്ന് പറയുന്ന ഒരു പദം, ബേണിംഗ് കോൾ എന്ന് പറഞ്ഞൊരു പദം റോമർ 12:20 ഉണ്ട്. യുനോ തലയിൽ തീക്കനൽ കുമ്മിക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ റോമർ 12:20 വായിക്കുന്നുണ്ട്. എന്നാൽ അന്ത്രാക്കിയ എന്ന് പറഞ്ഞ ആ ഒരു ചാർക്കോൾ എന്ന് പറഞ്ഞ ആ ഒരു പദം ഗ്രീക്കില് രണ്ടിടത്തേ ഉള്ളൂ. ആ ചാർക്കോൾ എന്ന് പറഞ്ഞ പദം ഒന്ന് ഇവിടെ ആണെങ്കിൽ വേറെ ഒന്ന് എവിടെ? ഓർക്കാൻ എളുപ്പമുള്ള ഒരു വാക്യ യോഹന്നാൻ 18:18 യോഹന്നാൻ 18:18 അവിടെ ഒരു ചാർക്കോൾ ഫയർ ഉള്ളത്. ആ ചാർക്കോൾ ഫയർ എവിടെ, എന്ത് ചാർക്കോൾ ഫയർ ആയിരുന്നു? നമ്മൾ യോഹന്നാൻ 18:18 ഒന്ന് പോകാവോ? തിരിഞ്ഞ് നമ്മൾ യോഹന്നാൻ 18:18 പോകുമ്പം അവിടെ ഒരു മഹാപുരോഹിതന്റെ കോർട്ട്യാർഡാണ്, നടുമുറ്റമാണ്. ഏത് മഹാപുരോഹിതനാ? കയ്യഫാവ് എന്ന് പറഞ്ഞ മഹാപുരോഹിതൻ, അവന്റെ അമ്മായിയപ്പനായിരുന്ന അന്നാസും ഉണ്ട്. അപ്പൊ അന്നാസ്, കയ്യഫാവ് അവരുടെ നടുമുറ്റത്ത് അവിടെ നമ്മള് വായിക്കുമ്പം അവിടെ അന്നാസിന്റെ അടുത്തായിരുന്നു എന്നുള്ള കാര്യമാണ് നമ്മളവിടെ വായിക്കുന്നത്. പിന്നീട് അതെ, നമ്മൾ ആ 18-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ അന്നാസിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നതായിട്ട് നമ്മൾ അതിന്റെ തൊട്ട് മുമ്പുള്ള വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എവിടെ വായിക്കുന്നേ? അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ അന്നാസിന്റെ അടുത്തേക്ക് ആദ്യം കൊണ്ടുവന്നു, പിന്നെ കയ്യഫാവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്ന കാര്യം നമ്മൾ വായിക്കുന്നത്. അപ്പം അന്നാസിന്റെ അടുക്കലുള്ള കാര്യമാണ് നമ്മൾ ആ വാക്യങ്ങളിലൊക്കെ വായിക്കുന്നത്. അപ്പൊ അവിടെ എന്താ പത്രോസിനോട് ബാല്യക്കാര് ചോദിക്കുന്നു, എന്താ അറിയുന്നു എന്ന് ചോദിച്ചപ്പോ അല്ല എന്ന് അവൻ പറഞ്ഞു എന്നൊക്കെ അതിന്റെ 17-ാമത്തെ വാക്യത്തിലും, യോഹന്നാൻ 18:17 അതിന്റെ 18:18 വായിച്ചോ? എന്താ നമ്മളവിടെ വായിക്കുന്നത്? അന്ന് കുളിർ കൊണ്ട് ദാസന്മാരും സേവകരും കനൽ കൂട്ടി തീ കാഞ്ഞുകൊണ്ടിരുന്നു. കനൽ, അത് ചാർക്കോൾ ഫയർ, ഹാവിംഗ് മെയ്ഡ് ചാർക്കോൾ ഫയർ. ഈ ചാർക്കോൾ ഫയറിനൊക്കെ എന്താ അതിൻ്റെതായ ചില സ്മെല്ലുണ്ട്. അപ്പൊ ആ ചാർക്കോൾ ഫയറിന്റെ സ്മെല്ല് അന്ന് അവിടെ കർത്താവ് യോഹന്നാൻ 21-ാം ആ ദിവസം പ്രഭാതത്തില് ഈ ചാർക്കോൾ ഫയറിന്റെ സ്മെല്ല്, ചാർക്കോൾ ഫയർ കാണുകയും ആ ചാർക്കോൾ ഫയറിന്റെ സ്മെല്ല് കിട്ടുമ്പോഴത്തേക്കും നമ്മൾ ചിലപ്പം ഒരു സ്മെല്ല്, പ്രത്യേക സ്മെല്ല്, ഇത് എനിക്ക് അവിടെ നിന്ന് കിട്ടിയ സ്മെല്ല് പോലെ. നമ്മൾ ഈ വേട്ടപ്പട്ടികളെ പോലെ നമുക്ക് അത്ര സ്മെല്ലിനുള്ള വലിയ വലിയ ശക്തിയൊന്നും ഇല്ലെങ്കിൽ പോലും ചില സ്മെല്ല്, ചില പെക്യൂലിയർ സ്മെല്ല്, ഇത് ചീഞ്ഞ മുട്ടയുടെ സ്മെല്ലാന്നൊക്കെ നമ്മൾ പറയും. അല്ലെങ്കിൽ ഇത് എന്തോ എലി ചത്ത മണമാണെന്നൊക്കെ പറയും. എന്ന് പറയുന്നത് പോലെ ചാർക്കോളിന്റെ ആ ഒരു സ്മെല്ല് അവൻ അടിക്കുമ്പോൾ അവന്റെ പെട്ടെന്ന് ഓർമ്മ, വേറൊരു ചാർക്കോൾ ഫയർ ഉണ്ടായിരുന്നു. താന് കർത്താവിനെ 3-ാം തവണ തള്ളിപ്പറഞ്ഞതും, ആ 3 തവണ തള്ളിപ്പറഞ്ഞതും ഒക്കെ ഒരു കൽക്കരി, ഒരു ചാർക്കോൾ ഫയർ, ഒരു
കനലിൽ കൂട്ടിയിരുന്ന സ്ഥലത്തായിരുന്നു ഒരു അന്ത്രാക്കിയ ഫയർ, ഒരു കനൽ കൂട്ടി തീ കാത്തുകൊണ്ടിരുന്നു. പത്രോസ് അവരോട് കൂടി തീ കാഞ്ഞുകൊണ്ടിരുന്നു എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ യോഹന്നാൻ 18:18 വായിക്കുന്നത്. അപ്പൊ അതേപോലെ ഒരു തീക്കനൽ ആരിവിടെ ഉണ്ടാക്കി? അതുപോലെ ഒരു ചാർക്കോൾ ഫയർ കർത്താവ് പുനരുദ്ധാനമൊക്കെ ചെയ്തു കഴിഞ്ഞ് ഏതാനും നാളുകൾക്ക് ശേഷം കർത്താവ് അറ്റ്ലീസ്റ്റ് എട്ട് നാൾ കഴിഞ്ഞു. 8 നാൾ കഴിഞ്ഞിട്ട് രണ്ടാമത് ഇവർക്ക് പ്രത്യക്ഷപ്പെട്ട, അതിന് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടായിരിക്കാം ഈ മൂന്നാമതുള്ള പ്രത്യക്ഷപ്പെടൽ. അപ്പം കർത്താവ് പുനരുദ്ധാനമൊക്കെ ചെയ്തു കഴിഞ്ഞ കർത്താവ് അവിടെ രാവിലെ കടൽത്തീരത്ത് എന്ത് ചെയ്യുക? കർത്താവ് ചാർക്കോൾ അന്വേഷിച്ച് ചാർക്കോൾ കൂട്ടും. എന്തിനു വേണ്ടിയാ? ശരിക്കും ഇത് വേറെ സാധാരണ ഫയറൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ വിറകൊക്കെ വെച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ഫയർ കൂട്ടിയാൽ പോലെ, എനിക്ക് ചാർക്കോൾ തന്നെ വേണം. എന്തിനു വേണ്ടിയാ? എന്റെ പത്രോസിനെ, എന്റെ എന്നെ സ്നേഹിക്കുന്ന എന്റെ പത്രോസിനെ അവൻ 3 തവണ തള്ളി പറഞ്ഞു. എന്നാ അതുപോലൊരു അവൻ ഏതൊരു കനലിന്റെ തീക്കനലിന്റെ മുമ്പാകെ, ഏതൊരു ചാർക്കോൾ ഫയറിന്റെ മുമ്പായിട്ടാണോ 3 തവണ തള്ളി പറഞ്ഞു, അതുപോലൊരു ചാർക്കോൾ ഫയറിന്റെ മുമ്പാകെ 3 തവണ അവന് എന്നെ ഏറ്റുപറയാനും ഒരു അവസരം എനിക്ക് നൽകണം. എന്റെ കുഞ്ഞ് വിഷമിച്ചു പോകരുത്. അവന്റെ ആ ഹൃദയത്തിലെ ആ വേദനയെല്ലാം മാറണം. അവര് പരാജയത്തിന് കയ്പുനീരെല്ലാം മാറാതെ അതെല്ലാം മധുരമായി മാറണം. ഇസ്രായേൽ മക്കള് മരുഭൂമിയിൽ പ്രയാണം ചെയ്യുമ്പോൾ മധുരമാക്കിയതായിട്ടൊക്കെ നമ്മൾ എക്സോഡസ്, പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ പത്രോസിന്റെ ജീവിതത്തിൽ ഒരു മാറായിരുന്നു ഇത്, ഒരു കയ്പ്. മാറാന്ന് പറഞ്ഞാൽ എന്താ? കയ്പെന്നാണ് അതിന്റെ അർത്ഥം. അത് അവിടെ നിന്നിരുന്ന ഒരു മരം വെട്ടി അതിന്റെ അരികെ നിന്നിരുന്ന ആ മാറായുടെ വെള്ളം കയ്പ് വെള്ളമായിരുന്നു അവര് കുടിക്കാൻ നോക്കുമ്പോൾ ഇസ്രായേൽ മക്കളെ മരുഭൂമിയിലൂടെ പ്രയാണം ചെയ്യുമ്പോൾ. അപ്പം അവിടെ നിന്നിരുന്ന ഒരു മരം വെട്ടി ഇട്ട അത് മധുരമാകുമെന്ന് പറയും. അവിടെ ആ മരം ആരാ സൃഷ്ടിച്ചേ? കർത്താവ് തന്നെയായിരുന്നു മരം അവിടെ വളർത്തിക്കൊണ്ട് വന്നത്. കർത്താവിന് അറിയായിരുന്നു അതിന്റെ പ്രതിവിധി. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചില മാറായുടെ അനുഭവങ്ങൾ, ചില പരാജയങ്ങൾ, ചില കയ്പുകൾ, ചിലപ്പോൾ ചില കർത്താവിനെ തന്നെ വേണ്ടവണ്ണം സാക്ഷീകരിക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചില പരാജയത്തിന്റെ കയ്പിന്റെ മേഖലകളൊക്കെ വരുന്ന സമയത്ത് കർത്താവിന് അറിയാം അതിന് സൊല്യൂഷനായിട്ട് ഒരു മരവും കൂടെ കർത്താവ് അവിടെ നമ്മളറിയാതെ നട്ടു വളർത്തിയിട്ടുണ്ട്. നമ്മൾ വിശ്വാസത്തോടെ ആ മരം അങ്ങ് വെട്ടിയിട്ടാൽ മതി എന്ന് പറയുന്നത് പോലെ ആ ചാർക്കോൾ ഫയറിന്റെ മുമ്പാകെ എന്റെ കുഞ്ഞ് എന്നെ തള്ളി പറഞ്ഞു. എന്നാ അവന് ആ ഓർമ്മയൊക്കെ മായ്ക്കത്തക്ക വണ്ണം, അവന്റെ ആ കുറ്റബോധമൊക്കെ മാറത്തക്ക വണ്ണം അവന് 3 തവണ ഏറ്റുപറയാനായിട്ട് അവനാണ് ഇനിയിപ്പം ദൈവരാജ്യത്തിന്റെ താക്കോലും പിടിച്ചുകൊണ്ട് യഹൂദന്മാർക്കെല്ലാം, പിന്നെ ശമരിയക്കാർക്കും, പിന്നെ ജാതികൾക്കും എല്ലാം ദൈവരാജ്യത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കേണ്ടവന് ഈ പത്രോസാണ്. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തില് യഹൂദന്മാർക്ക് 3000-ഓളം യഹൂദന്മാര് കർത്താവിലേക്ക് വരുന്നത് പത്രോസിന്റെ ഏകദേശം ഒരു 15 മിനിറ്റ് പ്രസംഗമാണ്. പ്രസംഗിച്ചപ്പോഴത്തേക്കും അതിന്റെ അതുപോലെ ആത്മാഭിഷേകത്തിന്റെ തീക്കനലില് 3000-ഓളം യഹൂദന്മാരെന്ന് പറഞ്ഞാൽ നമ്മള് മുസ്ലിംസ് ഒക്കെ വിശ്വാസത്തിലേക്ക് വരുന്നത് കുറച്ച് പാടാണ് നമ്മൾ പറയുന്നത്. ഭയങ്കര സ്റ്റോറി. അതുപോലെയാണ് യഹൂദന്മാര് വിശ്വാസത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ, ഇന്നും യഹൂദന്മാരായിട്ടുള്ള ഒരാള്, ഒരു ജൂ, ഒരു ക്രിസ്ത്യൻ ആവുക എന്ന് പറഞ്ഞാൽ, ഇന്നും ക്രിസ്ത്യാനിറ്റി പുച്ഛിക്കുന്നവരൊക്കെ യഹൂദന്മാര് വിശ്വാസത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പാടുള്ള കാര്യമാണ്. അതും അന്ന് ശരിക്കും പറയാം ആദ്യമായിട്ട് അത്രയും വലിയൊരു സംഭവം. ഒത്തിരി പേര് വന്നതിന് ശേഷം പിന്നെ വരുമല്ല ഇവിടെ. അവിടെ 120-ഓളം പേരെ അന്ന് വിശ്വാസികളായിട്ട്, ഓൾറെഡി ക്രിസ്ത്യാനികളായിട്ട് അവിടെ യെരുശലേമിലുള്ള ആ മാളികമുറിയിൽ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് പിന്നെ 3000-ഓളം പേര് ഒറ്റയടിക്ക് വിശ്വാസത്തിലേക്ക് വരിക എന്ന് പറയുമ്പോൾ പത്രോസിന് എത്ര വലിയൊരു ദൗത്യമാണ്. അതിനുശേഷവും പിന്നെ കുറച്ചുകൂടി കഴിയുമ്പോൾ യെരുശലേമിലും യഹൂദിയയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളായി തീരുന്ന കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞേ, പരിശുദ്ധാത്മ നിങ്ങളുടെ മേൽ വരുമ്പോൾ. അപ്പോസ്തലപ്രവൃത്തികൾ 1-ന്റെ 8-ാമത്തെ വാക്യം. അപ്പം യെരുശലേമിൽ സാക്ഷിയായി തീരണം അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തില്. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ശമരിയയില് ഫിലിപ്പോസ് ചെന്ന്, അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തില് ശമരിയയിലെ ആരാ ചെന്ന്? ഫിലിപ്പോസ് ചെന്ന് സുവിശേഷമൊക്കെ പറഞ്ഞു. എങ്കിലും എന്ത് വേണം? പത്രോസും യോഹന്നാനും കൂടെ വന്നിട്ട് വേണം അവരെ ഒന്ന് ശരിക്കും എസ്റ്റാബ്ലിഷ് ചെയ്യുവാൻ. പത്രോസിനെയും യോഹന്നാനും കൂടെ വരുത്തേണ്ടതായിട്ട് വന്നു. ഫിലിപ്പോസ് നല്ല ഇവാഞ്ചലിസ്റ്റ് ആയിരുന്നു, നല്ല സുവിശേഷനായിരുന്നു, നല്ല കാര്യം, വളരെ നല്ല സഹോദരൻ. എന്ന പത്രോസിന്റെയും യോഹന്നാന്റെയും കൂടെ ഒരു സാന്നിധ്യം അവിടെ വേണമായിരുന്നു. ശമരിയയിലേക്കും അവിടെ ആ ഒരു ദൈവവചനത്തിന്റെ വാതിലും അതൊക്കെ ഒന്ന് തുറന്നു കൊടുക്കാനായിട്ട്. അതാ യെഹൂദിയിലും യെരുശലേമിലും യെരുശലേമില് യഹൂദി എന്ന് പറയുമ്പോൾ യെരുശലേം ആയിരിക്കുന്ന ആ ഡിസ്ട്രിക്ട്, നമ്മൾ രാമപുരത്തും ആലപ്പുഴയിലും എന്ന് പറയുന്നത് പോലെ, പിന്നെ കൊല്ലത്തും എന്ന് പറയുന്നത് പോലെ എന്ന് പറഞ്ഞാൽ യെരുശലേം ആലപ്പുഴയിലല്ല, യെരുശലേം യഹൂദിയിലായിരുന്നു. യെഹൂദിക്ക് അപ്പുറമായിരുന്നു എന്ത്? ശമരിയ എന്ന് പറയുന്നത് പോലെ ആലപ്പുഴയ്ക്ക് അപ്പുറമാണ് കൊല്ലം, അല്ലെങ്കിൽ പത്തനംതിട്ട, അല്ലെങ്കിൽ കോട്ടയം എന്നൊക്കെ പറയുന്നത്. അപ്പം യെരുശലേം ആയിരുന്ന യഹൂദിയിലും പിന്നെ അടുത്ത ഡിസ്ട്രിക്റ്റ് ആയിട്ടുള്ള ശമരിയയിലും. ആ ശമരിയയിലേക്കാണ് അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിൽ പത്രോസ്ച്ചായനെ വീണ്ടും കർത്താവിനെ ഉപയോഗിക്കേണ്ടതായിട്ട് വന്നത്. അപ്പൊ ഇത്ര വലിയൊരു ദൗത്യം ഏൽപ്പിക്കാനായിട്ടുള്ള എന്റെ പത്രോസ്
അവന് കുറച്ചൊരു വിശ്വാസവും, കുറച്ചൊരു വിശ്വാസം പോരാ. അതുകൊണ്ട് അവന് അത്ര ഒരു തകർച്ചയിലോട്ട് പോകണം. അവന്റെ ആ സ്വയജീവൻ, അവന്റെ ഒരു ഹുങ്ക്, എനിക്ക് എല്ലാം പറ്റും, ആ ഒരു ആത്മപ്രശംസയും അഹങ്കാരമൊക്കെ ഉണ്ടായിരുന്നു. ശരിയാണ്, കർത്താവിനെ അതുപോലെ സ്നേഹിക്കുന്നു, പൂർണ്ണതയോടെ കർത്താവിനെ പിൻപറ്റുന്നു, എങ്കിലും അവന്റെ ഒരു സ്വയബലമുണ്ട്. അത് അതുപോലെ തകർന്നാലേ അവനെ അത്രയധികം വലിയ അത്യന്ത ശക്തി അവനെ ഭരമേൽപ്പിക്കാനൊക്കെ ഉള്ളൂ. ആ തിരശ്ശീല ചീന്തിയാലേ അതിനനുസരിച്ച്, ചീന്തപ്പെടുന്നതിനനുസരിച്ച് പരിശുദ്ധാത്മാവിന്റെ ജ്വാല അവന്റെ ആത്മാവിലേക്ക് ഇറങ്ങി അവന് വലിയൊരു ശുശ്രൂഷയെ അവനെ ഇറ്റ് വാസ് ദ പ്രിപ്പറേഷൻ ഓഫ് പീറ്റർ ഫോർ ദ പെന്റിക്കോസ്റ്റ്. PPPP, പ്രിപ്പറേഷൻ ഓഫ് പീറ്റർ ഫോർ ദ പെന്റിക്കോസ്റ്റ്. ആ പത്രോസിനെ പെന്തിക്കോസ്ത് നാളിലേക്ക് പ്രിപ്പയർ ചെയ്യുവാനായിട്ട്, തയ്യാറെടുക്കുവാനായിട്ടുള്ള വലിയൊരു പ്രിപ്പറേഷൻ ക്രാഷ് കോഴ്സാണ് ഇവിടെ നടക്കുന്നത്. എൻട്രൻസിന് മുമ്പായി ക്രാഷ് കോഴ്സ്, വലിയ പൈസ കൊടുത്ത് ഇത്ര ദിവസം കൊണ്ട് ഇപ്പൊ ക്യാപ്സ്യൂൾ പരുവത്തിലെല്ലാം ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ ക്യാപ്സ്യൂളായിട്ട് അരച്ച് കലക്കി തരും എന്ന് പറഞ്ഞുകൊണ്ട് കോച്ചിങ് സെന്റേഴ്സ് ഒക്കെ ക്രാഷ് കോഴ്സ് നടക്കുന്ന പോലെ ഇത്ര വലിയൊരു പ്രിപ്പറേഷൻ നടക്കുകയാണ്. അപ്പം അപ്പുറത്തെ 8-ാം അധ്യായത്തില് പിന്നെ ശമരിയയിലോട്ട് സുവിശേഷത്തിന്റെ വാതിൽ തുറക്കപ്പെട്ടു. പിന്നെ എന്താ, അപ്പോസ്തലരുടെ 10-ാം അധ്യായം എത്തിയപ്പോഴത്തേക്കും ഭൂമിയുടെ അറ്റത്തോളം എന്ന് പറയാന് ജാതികളിലേക്ക്, ശമരിയക്കാരെന്ന് പറഞ്ഞാൽ ഹാഫ് ജ്യൂസ് ആയിരുന്നു, പകുതി യഹൂദന്മാരായിരുന്നു. അവര് സമ്മിശ്ര വിവാഹം യഹൂദന്മാര് തന്നെ ജാതികളെ അസ്സീറിയൻ രാജാവിന്റെയൊക്കെ സമയത്തും ഒക്കെ സമ്മിശ്ര വിവാഹമൊക്കെ കഴിച്ച് ഉണ്ടായിട്ടുള്ള സമ്മിശ്ര ജാതി ആയതുകൊണ്ടായിരുന്നു ശമരിയക്കാരെ അവർക്ക് അന്ന് പുച്ഛമുണ്ടായിരുന്ന കാര്യമൊക്കെ നമ്മൾ വചനത്തിലുടനീളം വായിക്കുന്നത്. അവർ ശമരിയ വഴി പോകാതെ ഒക്കെ പോകുമായിരുന്നു, എന്നാൽ കർത്താവ് ശമരിയിലൂടെ തന്നെ പോകുമായിരുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നത്. അപ്പം ശമരിയിലും ഈ സുവിശേഷത്തിന്റെ വാതിൽ തുറന്ന് പിന്നെ ഭൂമിയുടെ അറ്റത്തോളം എന്ന് പറയുമ്പോൾ ജാതികൾ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഇത് യഹൂദന്മാരല്ലാത്തവരായിട്ടുള്ളവരിലേക്ക് ആദ്യം സുവിശേഷത്തിന് വാതിൽ ആരുടെ വീട്ടിലാ തുറന്നേ? കൊർണീലിയോസിന്റെ ഭവനത്തില്. കൊർണീലിയോസ് ഒരു തീർത്ത യഹൂദനല്ലാത്തവനായ ഒരുവൻ ആദ്യമായിട്ട് ക്രിസ്തുവിലേക്ക് വരുന്നത് ആരായിരുന്നു? കൊർണീലിയോസ് ആയിരുന്നു. ആ കൊർണീലിയോസും ഭവനക്കാരും ഒക്കെ ക്രിസ്തുവിലേക്ക്, അതിനും ആരെ ഉപയോഗിച്ചേ? പത്രോസിനെ ഉപയോഗിച്ചേ. അപ്പൊ സ്വർഗരാജ്യത്തിന്റെ താക്കോല് നിന്റെ കയ്യിൽ തരുന്നു എന്ന് മത്തായി 16-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞ് ചുമ്മാ ആയിരുന്നു. ഈ താക്കോല് പത്രോസിനെ ഏൽപ്പിക്കുമ്പോൾ പത്രോസ് കുറച്ചൊന്ന് അഹങ്കരിച്ചു. ഞാൻ മറ്റുള്ളവരെ പോലെ അത്ര മോശക്കാരനൊന്നുമില്ല, എന്തെങ്കിലും ചാവിയൊക്കെ ഉണ്ട്, ഇങ്ങനെ ചാവിയൊക്കെ കിലുക്കി കോളറൊക്കെ ഒന്ന് വിരിച്ച് പത്രോസ് അങ്ങനെയൊക്കെ ഒരു നടപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവനെ നന്നായിട്ടൊന്ന് നല്ല പാഠം പഠിപ്പിക്കണം. അതുകൊണ്ട് എന്താ, വലിയ മഹാപുരോഹിതനൊന്നും അല്ല അവനോട് ചോദിച്ചത്. ബാല്യക്കാരത്തിൽ പെങ്കൊച്ച് അവിടെ വേലൊക്കെ കേൾക്കുന്ന ഒരു പെങ്കൊച്ചാ ചോദിച്ചത്. പക്ഷെ അവന് ആ ഒരു സമയത്ത് ഞാന് കർത്താവിനെ അറിയാം, ഗലീലക്കാരനായ നസ്രായനല്ലയോ, ഗലീലക്കാരനായിട്ടുള്ളവന്റെ കൂടെ ഉള്ളവനട്ടെ നിന്റെ ഉച്ചാരണം അത് വെളിവാക്കുന്നുണ്ടല്ലോ എന്നൊക്കെ മത്തായി 26-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. നമ്മൾ ഈ ഗലീലക്കാരെന്ന് പറഞ്ഞാല് വടക്കൻ ഇസ്രായേലായിരുന്നു. ഇവിടെ യെരുശലേമൊക്കെ തെക്കൻ ഇസ്രായേല്. അപ്പൊ നമ്മൾ ഈ തൃശ്ശൂരിൽ നിന്നും എറണാകുളത്തു നിന്നൊക്കെ ആൾക്കാർ വരുമ്പോഴേ എന്തിട്ടുണ്ട് എന്നൊക്കെ അവരൊരു ഈണത്തിലൊക്കെ ചോദിക്കുമ്പോഴേ തൃശ്ശൂരിൽ നിന്ന് വന്നേ അതെ എന്ന് നമ്മൾ ചോദിക്കും. എന്ന് പറഞ്ഞാല് അവർ ഈ വടക്കൻകാരുടെ ഗലീലക്കാരുടെ ഉച്ചാരണം, അവരുടെ ആ സ്ലാങ്ങും അതൊക്കെ കേട്ടപ്പോഴേ നിന്റെ ഉച്ചാരണം കേൾക്കുമ്പോഴേ ഗലീല എന്നുള്ള യേശു അങ്ങ് ഗലീലയിലുള്ള നസ്രയത്തിലാ കർത്താവ് വളർന്നത്, ഗലീലയിലായിരുന്നു കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് അധികവും. പിന്നെ ഇടയ്ക്ക് കർത്താവ് താഴെ തെക്ക് വശത്തുള്ള യെരുശലേമിലൊക്കെ വരുമായിരുന്നു. അപ്പൊ നിന്റെ ഉച്ചാരണമൊക്കെ പത്രോസും അന്ത്രോസും ഒക്കെ ഇവിടെ നിന്നായിരുന്നു, അവര് ബത്സേദയിൽ നിന്നായിരുന്നു എന്നൊക്കെ യോഹന്നാൻ 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ബത്സേദയൊക്കെ അവിടെ വടക്കൻ ഇസ്രായേല, വടക്കൻ ഭാഷാശൈലിയുള്ളത്. അപ്പം നീ അവിടുന്നല്ലേ ഉള്ളത്, അപ്പം ഞാനും അവിടുന്നാന്നൊക്കെ പറഞ്ഞ പണി പാടും. എന്നെയും കൂടെ ഇവര് പിടിച്ച് കർത്താവിന്റെ കൂടെ ക്രൂശിച്ച ഇനിയിപ്പോ എന്താകും? എന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും, ബാക്കിയുള്ള ശിഷ്യന്മാർക്കാണെങ്കിൽ ഭാര്യയും കുഞ്ഞുങ്ങളും ഒന്നും ഇല്ല. പത്രോസിന് ഭാര്യയും കുഞ്ഞുങ്ങളും എങ്ങനെയുണ്ടെന്ന് നമുക്ക് എത്ര ഉറപ്പെന്താ? പത്രോസിന് അമ്മായിയമ്മയെ കർത്താവ് സൗഖ്യമാക്കി എന്ന് പറയുമ്പോൾ അമ്മായിയമ്മ വേണമെങ്കിൽ ഭാര്യ ഇല്ലാതെ അമ്മായിയമ്മ ഉണ്ടാകത്തില്ലല്ലോ. അപ്പൊ പത്രോസിന് എന്തുണ്ടായിരുന്നു? കുടുംബം ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങളും ഞാനങ്ങ് പറഞ്ഞതാ, എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അപ്പൊ ബാക്കിയുള്ള ശിഷ്യന്മാർക്ക് പിന്നീട് വിവാഹിതരാകുന്നു. പൗലോസ് മാത്രമാണ് വിവാഹം കഴിക്കാതിരുന്നത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ 1 കൊരിന്ത്യർ 9:5 വായിക്കുമ്പോൾ ബാക്കിയുള്ള അപ്പോസ്തലന്മാരെ പോലെ എനിക്കും വേണമെങ്കിൽ വിശ്വാസിയായിട്ടുള്ള ഭാര്യയും കൂടെ കൊണ്ടുപോകാമായിരുന്നല്ലോ എന്നൊക്കെ പൗലോസ് അവിടെ പറയുന്നതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ പത്രോസും ബാക്കിയുള്ളവരൊക്കെ വിശ്വാസികളുടെ ഭാര്യയും കൂടെ കൊണ്ടാണ് അവർ ശുശ്രൂഷയ്ക്ക് പോയത് എന്നുള്ള കാര്യമൊക്കെ നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പം പത്രോസ് പറയുമോ, എനിക്ക് ഭാര്യയും കൊച്ചുങ്ങളും ഒക്കെ ഉണ്ട്, അവരുടെ കാര്യം പിന്നെ ആരവർക്ക് മീൻ പിടിച്ച് വിറ്റ് കാശാക്കി അവർക്ക് കൊണ്ടെത്തിച്ചു കൊടുക്കും. ഞാനും കൂടെ കുറിച്ച്. അപ്പൊ കർത്താവ് എല്ലാത്തിനും മതിയാവനാണെന്ന് ചിന്തിക്കാനൊന്നും അവന് പറ്റിയില്ല. അവന് വലിയ വായില് ഞാൻ ആര് തള്ളി പറഞ്ഞാലും തള്ളി പറയത്തില്ല എന്നുള്ള അവന്റെ വീരവാദമൊക്കെ അവനങ്ങ് വിഴുങ്ങിക്കളഞ്ഞു. അവനങ്ങ്
അവനങ്ങ് അവന്റെ ആ ജഡം അവന്റെ സ്വയം അവനങ്ങ് അപ്പൊ കാര്യങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി ഒരു ചെറിയ കള്ളം എന്ന് പറയും. എനിക്കറിയത്തില്ല നിങ്ങൾ എന്തോ പറയുന്നത്, ഞാൻ ആണയിട്ട് പറയുവാന്നൊക്കെ പറഞ്ഞാൽ നമ്മളവിടെ ഹിസ്വോ സ്വെയറിങ്, അതായത് ഈ ആണയിടലൊക്കെ ഈ എവിടുന്ന് കിട്ടിയതായിരിക്കും അവന്. നമ്മൾ വിക്ടോറിയെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത് ഈ കോർട്ട്യാർഡിലെ ഈ കോടതി മുറിയിലുള്ള ഭാഷ ആണയിടല്. ദൈവം സത്യമാണ് എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ അവിടെ ആ കോടതി മുറിയില് കോടതി അവിടെ ആ മഹാപുരോഹിതന്റെ എന്താ നടുമുറ്റത്ത് എന്ന് പറയുമ്പോൾ അവിടെ ആ ന്യായവിസ്താരവും കാര്യങ്ങളൊക്കെ നടക്കുന്നവരുടെ കൂടെ തീകനലിലെ ഈ ചാർക്കോൾ ഫയറിന്റെ ചുറ്റും എന്നൊക്കെ പറഞ്ഞപ്പോ അവരിൽ നിന്നാണ് അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓരോന്നും ഇട്ട പറഞ്ഞ ദൈവത്താണ് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞപ്പോ കുറച്ച് കഴിയുമ്പോ ഇവനും ആ ഇൻഫെക്ഷൻ കിട്ടി. എന്താ ഇവനും ഇട്ട് പറയാൻ തുടങ്ങി. എന്താ ചാണം ചാരിയാൽ ചാണം മണക്കും, ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും എന്ന് പറഞ്ഞാല് എന്തെങ്കിലുമൊക്കെ എന്തിനോട് ചേർന്ന് നിൽക്കുന്നോ അതിനനുസരിച്ചിരിക്കും നമ്മളുടെ ഫ്രണ്ട്സിന്റെ ഓരോ ഭാഷാ ശൈലിയും അവരുടെ ചില പദപ്രയോഗങ്ങളും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മളിലേക്ക് വരാം. ആരോ പറഞ്ഞല്ലോ, ഷോ മീ യുവർ ഫ്രണ്ട്സ്, ഷോ മീ യുവർ ക്ലോസ് ഫ്രണ്ട്സ് ആൻഡ് ദെൻ ഐ വിൽ ടെൽ യു വാട്ട് ടൈപ്പ് ഓഫ് എ പേഴ്സൺ യു ആർ. നിങ്ങൾ എങ്ങനെയുള്ള ഒരു വ്യക്തിയാണെന്ന് പറയാം. നിങ്ങളുടെ കൂട്ടുകാരെ എനിക്കൊന്ന് കാണിച്ചാൽ, നിങ്ങൾ ഏറ്റവും ക്ലോസ് ആയിട്ട് ഇടപെടുന്ന ആരോടെ. നമ്മൾ ബാക്കി അവിശ്വാസികളെ വെറുക്കണമെന്നോ അവരോട് മിണ്ടരുതെന്നോ അല്ല, പക്ഷെ ഓഫ്കോഴ്സ് ഇത് ചിലപ്പം വിശ്വാസികളായിട്ടുള്ള സുഹൃത്തുക്കള്, വിശ്വാസികളായിട്ടുള്ളവരോ അല്ലെങ്കിൽ ചിലപ്പോൾ വിശ്വാസികൾ എന്ന് പറയുന്നവര് ചിലപ്പോൾ ക്ലാസ്സിൽ കാണും, പക്ഷെ അവർ അത്ര വെൽ ബിഹേവ്ഡ് ആയിരിക്കത്തില്ല. വിശ്വാസികൾ എന്നുള്ള പേര് കാണും, പക്ഷെ അത്ര നല്ല ഒരു സ്വഭാവത്തിനുടമകളല്ലാത്തവരൊക്കെ ആയിരിക്കും നമ്മുടെ ക്ലാസ്സിലുള്ളത്. പക്ഷെ സാക്ബറിൽ തന്നെ നമ്മൾ കേട്ടിട്ടുള്ളതിൽ അറ്റ്ലീസ്റ്റ് വെൽ ബിഹേവ്ഡ് ആയിട്ടുള്ള ഒരു മാന്യതയോടെ പെരുമാറുന്നവരായിരിക്കണം നിങ്ങളുടെ കൂട്ടുകാർ. അങ്ങനെ ആരും ഇല്ല ക്ലാസ്സിൽ നിന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒറ്റയാനായിട്ടൊക്കെ ചിലപ്പോൾ നടക്കേണ്ടി വരുമായിരിക്കും. പക്ഷെ സാരമില്ല, ലോഡ് ഇസ് വിത്ത് യു. നമ്മളുടെ ഫ്രണ്ട്സ് ബാഡ് കമ്പനി കറപ്റ്റ്സ് ഗുഡ് മോറൽസ് ഞാനാണ് പറഞ്ഞേ. എവിടെ 1 കൊരിന്ത്യർ ആ വാക്യം എവിടെ? 1 കൊരിന്ത്യർ 15:33 വാക്യം. നമുക്ക് അതിലേക്ക് ഒന്ന് പോയാലോ? 1 കൊരിന്ത്യർ 15 അധ്യായം അവിടെ അതിന്റെ 33 വാക്യം. ഡു നോട്ട് ബി ഡിസീവ്ഡ്. ഡു നോട്ട് ബി ഡിസീവ്ഡ് എന്നുള്ളത് ശരിക്കും മലയാളത്തിൽ അതിന്റെ 32ന്റെ അവസാനം, വഞ്ചിക്കപ്പെടരുത്. നമ്മൾ ഇന്ന് മനപ്പാഠ വാക്യവും വായിച്ചപ്പം വഞ്ചനപ്പെടാതിരിക്കുവിൻ. ഗലാത്യർ 6:9 വാക്യം നമ്മൾ വായിച്ചു, 7 വാക്യം വായിച്ചു. വഞ്ചനപ്പെടാതിരിക്കും, ഡു നോട്ട് ബി ഡിസീവ്ഡ്. നമ്മൾ വഞ്ചിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നു. മലയാളത്തിലെ പരിഭാഷ കുറച്ചൊരു വ്യത്യസ്തമാണ്. ദുർഭാഷണത്താൽ എന്ന ഇവിടെ ദുർകമ്പനിയാൽ എന്ന് പറഞ്ഞാല് ബാഡ് കമ്പനി അല്ലെങ്കിൽ ഇങ്ങനെ ചീത്ത കൂട്ടുകെട്ടുകളാൽ സദാചാരം കെട്ടുപോകുന്നു എന്ന ഇംഗ്ലീഷിലെ വാക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുവാണെങ്കിൽ ബാഡ് കമ്പനി. കമ്പനി എന്ന് പറയുമ്പോൾ ഇത് പ്രൈവറ്റ് കമ്പനി, ഗവൺമെന്റ് കമ്പനി, ആ കമ്പനി അല്ല, കമ്പനി കൂട്ടുകെട്ട്. അവന്റെ കമ്പനി അത്ര മോശമല്ല എന്നൊക്കെ പറയുന്നത് പോലെ എന്ന് പറഞ്ഞാൽ ബാഡ് കമ്പനി കറപ്റ്റ്സ് ഗുഡ് മോറൽസ്. പത്രോസിന് കുറച്ചു നേരം ബാഡ് കമ്പനി കിട്ടിയപ്പോഴത്തേക്കും പത്രോസ് വരെ ഇങ്ങനെ ആവുമെങ്കിൽ പിന്നെ നമ്മുടെ കാര്യം എന്തോ ആയിരിക്കും. പത്രോസ് 3.5 വർഷക്കാലം യേശുവിനോട് കൂടി ശിഷ്യന്മാരോട് കൂടി നടന്നു. എന്നാൽ കുറച്ച് സമയം കൊണ്ട് ഈ ഒരു ബാഡ് കമ്പനി ഒരു ചാർക്കോൾ ഫയറിന് ചുറ്റുമുള്ള കുറച്ചൊരു ബാഡ് കമ്പനി കിട്ടിയപ്പോഴത്തേക്കും എന്ത് പറ്റി? അവനെ ആണിയിടാനും ഒക്കെ തുടങ്ങിയ കാര്യമൊക്കെ നമ്മൾ മത്തായി 26 അവസാനമൊക്കെ വായിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ അങ്ങനെയൊക്കെയുള്ള ആ പത്രോസിനോട് കർത്താവ് മരിയമാരോ വഴിയായിട്ട് ശിഷ്യന്മാരോടും പത്രോസിനോടും എന്ന് പറയുന്നു. പിന്നെ പത്രോസിനോടൊന്ന് വ്യക്തിപരമായിട്ട് പത്രോസിനെ ഒന്ന് കർത്താവ് പ്രത്യക്ഷപ്പെട്ടെന്ന് ഉത്സാഹിപ്പിക്കുന്നതായിട്ട് നമ്മൾ ലൂക്കോസ് 24:33 1 കൊരിന്ത്യർ 15:5 ഒക്കെ നമ്മൾ വായിച്ചു. പിന്നെ ശിഷ്യന്മാരോട് എല്ലാം കൂടെ ചേർന്ന് പ്രത്യക്ഷപ്പെടുന്നു. പിന്നെ 8 ദിവസത്തിന് ശേഷം തോമസിന് വേണ്ടി പ്രത്യക്ഷപ്പെടുമ്പോഴും പത്രോസ് ഉണ്ട്. പക്ഷെ എങ്കിലും പത്രോസിനോടുള്ളൊരു പേഴ്സണൽ എൻകൗണ്ടർ, വീണ്ടും കുറച്ചുകൂടെ ആഴത്തിലുള്ള ഒരു എൻകൗണ്ടറാണ് നമ്മൾ ഇവിടെ ആ 15 വാക്യത്തിൽ നമ്മളിപ്പോ ഇവിടെ യോഹന്നാൻ 21:15 വരുമ്പം അതിന് തൊട്ട് മുമ്പും എന്താ നമ്മൾ കണ്ടേ? അവിടെ ബാക്കിയുള്ള ശിഷ്യന്മാരൊക്കെ ഈ 153 വലിയ മീനെയൊക്കെ വലിച്ചുകൊണ്ട് വരുന്നതിന് മുമ്പേ ആരിവിടെ കരയിലെത്തി? പത്രോസ് കരയിലെത്തി. അവർ കുറച്ച് മിനിറ്റേ കിട്ടിയുള്ളൂ. പക്ഷെ എങ്കിലും പത്രോസ് ചിലപ്പോ ഒന്നും പറയാൻ കാണത്തില്ല. പത്രോസ് തന്നെ കരഞ്ഞു കാണും കർത്താവിനെ കണ്ട്. കർത്താവിന് മറുപടി ചാരി കർത്താവും ഒന്നും പറയാൻ കർത്താവിന് കഴിഞ്ഞു കാണത്തില്ല. ഗദ്ഗതത്തോടെ കർത്താവും പത്രോസിനെ തട്ടി ആശ്വസിപ്പിച്ച് കാണും. അപ്പോഴത്തേക്കും ബാക്കി ശിഷ്യന്മാരൊക്കെ വന്നു. അപ്പോഴത്തേക്കും ഇവര് കർത്താവ് പെട്ടെന്ന് ഞാനൊരു ഗിരിപ്രഭാഷണം നടത്താൻ പോവുകയാണെന്ന് പറഞ്ഞു. എന്നെ പോലെ കർത്താവിന് 1 മണിക്കൂർ പ്രസംഗമൊന്നും നടത്തിയില്ല. എന്താ, അവർക്ക് ക്ഷീണിച്ചു വന്നിരിക്കുക. ചെറുപ്പക്കാരായിട്ടുള്ള എത്ര പേര്? 7 പേര് അവിടെ ഉണ്ടായിരുന്നെന്നാ നമ്മള്
രണ്ടാമത്തെ വാക്യം 21:2 നമ്മൾ 7 പേർന്ന് നമ്മൾ അറ്റ്ലീസ്റ്റ് 7 പേര് അല്ല 7 പേരാ. സിമോൻ പത്രോസ്, ദിദിമോസ് എന്ന തോമസ്. നമ്മുടെ തോമസ് മോശക്കാരനല്ല, തോമസ് ഇതൊക്കെ കേട്ട ആളാ. ഇവിടെ കേരളത്തിൽ വന്ന തോമസ്. ദിദിമോസ് എന്ന തോമസും, ഗലീലയിലുള്ള കാനയിലെ നഥാനിയേലും സബദി മക്കൾ, അതായത് യോഹന്നാനും യാക്കോബും, പിന്നെ അവൻ ശിഷ്യന്മാരിൽ വേറെ 2 പേരും. അപ്പം 7 പേര്. അപ്പൊ 7 പേർക്ക് ആണ് കർത്താവ് ഇവിടെ ഒരു അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്നത്, പേഴ്സണൽ അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്നത്. അപ്പോ അവരോട് കർത്താവ് എന്താ പറഞ്ഞേ? നിങ്ങൾ നല്ല ആൾക്കാരാ, എന്നെ തള്ളി പറഞ്ഞൊക്കെ പോയിട്ടുള്ള ആൾക്കാരാന്നൊക്കെയാണോ പറഞ്ഞത്? കർത്താവ് അവരോട് വലിയ പ്രഭാഷണം നടത്താതെ കം ആൻഡ് ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് ചിൽഡ്രൻ, കുഞ്ഞുങ്ങളെ വന്ന് പ്രാതൽ കഴിക്കേ. 12ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നേ. എന്താ? യേശു അവരോട് വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവിൻ, വന്ന് പ്രഭാത ഭക്ഷണം കഴിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് മീൽ ഓഫ് ദ ഡേ എന്ന് സയൻസ് പറയുന്നുണ്ട്. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു വചനം വേണമെന്ന് ആർക്കെങ്കിലും തോന്നിയാൽ 1 കൊരിന്ത്യർ യോഹന്നാൻ 21:12 പ്രകാരം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. വചനം നിവർത്തിയായിരുന്നു. കം ആൻഡ് ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്. അവര് അത്രയും ആ ഒരു അത് മാത്രമല്ല, നമ്മള് നിരാശപ്പെട്ടും കൊണ്ടിരിക്കുമ്പോൾ ഒത്തിരി കൂടുതൽ വിശപ്പായിരിക്കും അല്ലേ? നമ്മള് വല്ലാതെ ഒരു എക്സാമിന് തോറ്റു, അല്ലെങ്കിൽ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ ടീച്ചറിന്റെ നല്ല ഡോസ് കിട്ടി, വഴക്ക് കിട്ടി. അപ്പൊ നമുക്ക് ആ ഒരു ഹൃദയത്തിന്റെ ശൂന്യത ഭക്ഷണത്തിലൂടെ ആയിരിക്കും ചിലപ്പോൾ തികയ്ക്കുന്നത്. ആ ശൂന്യത, ആ എംപ്റ്റിനെസ് നിറയ്ക്കാൻ വേണ്ടി കുറച്ചുകൂടെ ഭക്ഷണം അതൊരു ബാഡ് കോപ്പിംഗ് മെക്കാനിസം ആണ്. അതൊരു നല്ല ശീലമല്ല, പക്ഷെ അങ്ങനെ ടെൻഡൻസി ഉണ്ട്. അപ്പൊ ചെറുപ്പക്കാർ ഇത്രയും അധ്വാനിച്ച് രാവന്തിയോട് അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ല, അത് ഒന്നും അവർക്ക് പിടിക്കാൻ പറ്റിയില്ല, നിരാശയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം കർത്താവ് അവരോട് വലിയൊരു ദീർഘപ്രഭാഷണം അവരെ നടത്തുന്നത്, മറിച്ച് അന്ന് പ്രാതൽ കഴിച്ചുകൂടെ. ആരാ ഈ പ്രാതൽ ഒരുക്കിയത്? കർത്താവ് തന്നെ ഇവിടെ ചാർക്കോൾ ഫയറിൽ പ്രാതൽ ഒരുക്കിയിട്ടുള്ളതായിട്ട് നമ്മൾ അതിന്റെ 9ാമത്തെ വാക്യത്തിൽ കരയ്ക്ക് ഇറങ്ങിയപ്പോൾ അവർ തീക്കനലിനും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു എന്ന് വായിക്കുന്നുണ്ട്. അവിടെ തന്തൂരി ഫിഷൊക്കെ റെഡിയാക്കി, തീക്കനലിന്റെ മേല് എന്തുണ്ടായിരുന്നു? ഫിഷ് ഉണ്ടായിരുന്നു, അപ്പം ഉണ്ടായിരുന്നു. അതൊക്കെ റെഡിയാക്കി കർത്താവ് വെച്ചിരിക്കുവാണ്. ഒരു അമ്മ, അപ്പനും അമ്മയൊക്കെ കുഞ്ഞുങ്ങൾ ക്ഷീണിച്ച് വരുമ്പോൾ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്ന് പറയുന്നത് ഇവിടെ ഭക്ഷണം കൊണ്ട് സൗകര്യങ്ങളും വരുന്നുണ്ട്. നമ്മൾ അങ്ങനെ അങ്ങോട്ട് നോക്കണ്ട. എന്തായാലും വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് അറിഞ്ഞിട്ട്, അതിന്റെ 12ാമത്തെ വാക്യം, കർത്താവാകുന്നു എന്ന് അറിഞ്ഞിട്ട് ശിഷ്യന്മാരിൽ ഒരുത്തനും നീ ആര് എന്ന് അവനോട് ചോദിക്കാൻ തുടങ്ങിയില്ല. ഇനി ഇത്രയൊക്കെ ആയിട്ട് യേശു ആണോ എന്ന് പുനരുദ്ധാനം ചെയ്ത യേശു കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നിരിക്കാം. പിന്നെ അന്ന് പ്രഭാതം അങ്ങ് ആയി വരുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അവർക്ക് ശരിക്കും നന്നായിട്ട് കാണാൻ പറ്റുന്നില്ല. മൊബൈൽ ടോർച്ച്, ഇപ്പോഴൊക്കെയാണെങ്കിൽ നമ്മൾ മൊബൈൽ ടോർച്ച് വെക്കുന്ന യേശുലോട്ട് അടിച്ചു നോക്കിയത് യേശു തന്നെ ആണോ എന്നൊക്കെ ഒന്ന് നോക്കായിരുന്നു. അന്ന് അവർക്ക് മൊബൈൽ ടോർച്ച് തീക്കനലൊക്കെ ഉണ്ടായിരിക്കും. തീക്കനലിന്റെ വല്ല ആ ആംഗിളിൽ നിന്ന് ഈ ആംഗിളിൽ നിന്നൊക്കെ വന്ന് ശിഷ്യന്മാരെ നോക്കിക്കാണും. കുറച്ചുകൂടെ ഇത് യേശു തന്നെ ആണോ? കുറച്ച് വ്യത്യാസമുണ്ടല്ലോ. കർത്താവിന് ഇങ്ങനെയല്ലല്ലോ, കർത്താവ് അതാണ്, ഇത് കർത്താവ് തന്നെ. എന്നാലും കർത്താവ് സ്നേഹം കാണുമ്പോൾ ഇത് കർത്താവ് തന്നെ. എന്നാലും ഇതൊക്കെ പറഞ്ഞിട്ട് ശിഷ്യന്മാർ ഒരുത്തിനും നീ ആര് എന്ന് കർത്താവാകുന്നു എന്ന് അറിഞ്ഞതുകൊണ്ട് അവര് പിന്നെ അങ്ങനെയൊന്നും ചോദിക്കാനൊന്നും തുനിഞ്ഞില്ല. നോബഡി വെൻച്യൂർഡ് ക്വസ്റ്റ്യൻ ഹിം. അത് കഴിഞ്ഞിട്ട് അത് 3ാമത്തെ പ്രാവശ്യം അന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് നമ്മളുടെ $1 മില്യൺ ചോദ്യം, നമ്മൾ ആദ്യം ചോദിച്ച ആ ചോദ്യം. എന്താ? കർത്താവ് നമ്മളോട് പേര് വിളിച്ച് നിരഞ്ജനയുടെ പേര് ഞാൻ പറയാൻ വിട്ടുപോയിരുന്നു. ആദ്യം നിരഞ്ജന, ഐ വോണ്ട് ടു ഹാവ് എ പേഴ്സണൽ ചാറ്റ് വിത്ത് യു. ഡു യു ലവ് മീ മോർ ദാൻ എവറിത്തിങ്? എല്ലാത്തിലും ഉപരിയായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ പിന്നെ എന്ന് നമ്മളോട് ഓരോരുത്തരോടും കർത്താവ് പേഴ്സണലായിട്ട് വിളിച്ച് ചോദിക്കുവാണ്. അത് നമ്മളിവിടെ അതിന്റെ 15ാമത്തെ വാക്യത്തിൽ യേശു അവർ പ്രാതൽ കഴിച്ച ശേഷം, പ്രാതൽ കഴിച്ച് ഒരു എമ്പൊക്കെ വിട്ടപ്പോഴത്തേക്ക് അവരുടെ വിശപ്പൊക്കെ ഒന്ന് മാറി, കാര്യങ്ങളൊക്കെ ആയി. അപ്പം യേശു സീമോൻ പത്രോസിനോട് യോഹന്നാന്റെ മകനായ സീമോനെ കർത്താവ് അഡ്രസ്സൊക്കെ പറഞ്ഞ സൺ ഓഫ് സോവാൻസോ, അല്ലെങ്കിൽ പത്രോസ് ചിലപ്പോൾ തിരിച്ച് പുറകിലോട്ട് നോക്കിയാൽ സീമോനെന്ന് വിളിക്കുമ്പോൾ കർത്താവ് എന്നെ ആയിരിക്കത്തില്ല ഉദ്ദേശിച്ചത്. അതായത് ഈ ടീച്ചർമാരൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആ ചുവന്ന ഷർട്ടിട്ട് ആളെ പറയുമ്പോഴത്തേക്കും അവരെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുക, അത് പുറകിലുള്ള ആര് ഉദ്ദേശിച്ചത്? ഞാൻ ചുവന്ന ഷർട്ടാണ്. ചുവന്ന ഷർട്ടാണോ, എന്നെയാണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു ചില ബിരുദന്മാര് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കുന്നത് പോലെ. അപ്പൊ അതുകൊണ്ട് സൺ ഓഫ് സോവാൻസോ, കെയർ ഓഫ് ഇന്നാര് എന്ന് പറഞ്ഞ കർത്താവ് അഡ്രസ്സൊക്കെ പറഞ്ഞുകൊണ്ട് അഭിസംബോധന ചെയ്യുന്നത്. എന്താ പറയുന്നേ? യോഹന്നാന്റെ മകനായ സീമോനെ, നീ ഇവരിൽ അധികമായി, അല്ലെങ്കിൽ ഇവയിൽ അധികമായി, മോർ ദാൻ ദീസ് എന്നുള്ളത് ഇവയിൽ അധികമായെന്നോ ഇവരിൽ അധികമായെന്നോ ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്ന ഒരു പദമാണ് അവിടെ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ബാക്കി ശിഷ്യന്മാരിൽ അധികമായിട്ട്
ഈ കാണുന്ന എല്ലാത്തിലും ഉപരിയായിട്ട് കാണുന്ന എന്താ 153 വലിയ മീൻ ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് വലിയ മീൻകൂട്ടത്തെ കിട്ടി. മുക്കുമാരെ സംബന്ധിച്ചോളം മീൻ പിടിക്കുന്നവരെ സംബന്ധിച്ചോളം അതിനിപ്പം അവിടെ ചന്തയിൽ കൊണ്ടു കൊടുത്ത് മാക്സിമം വില കിട്ടി. അവർക്ക് വലിയ കാര്യങ്ങളൊക്കെ, കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനും കുടുംബത്തിന് ചില ആവശ്യങ്ങളൊക്കെ നിറവേറ്റാനൊക്കെ ഉണ്ട്. വള്ളവും വലയും ഒക്കെ കിടപ്പുണ്ട്, അവന്റെ ജീവനോപാധി കിടപ്പുണ്ട്. ഇവയിൽ അധികമായിട്ട് നിന്റെ പ്രൊഫഷൻ, അധികമായിട്ട് നിന്റെ ജോലി, നിന്റെ ഡിഗ്രി, നിന്റെ PG, നിന്റെ ഡിഗ്രി PG എൻട്രൻസ്, അല്ലെങ്കിൽ വിവാഹ പങ്കാളി, കുഞ്ഞുങ്ങൾ, അതിനേക്കാളിലൊക്കെ ഉപരിയായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അതാ യേശു കർത്താവ് നമ്മളോട് വ്യക്തിപരമായിട്ട് കർത്താവിന്റെ തേജസ്സിലും നിൻമുഖം നിന്റെ ഹൃദയത്തിന് ആനന്ദം നീ നമ്മൾ പാടി. ആ ഒരു മഗ്ദലക്കാരത്തെ മറിയത്തിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. മഗ്ദലക്കാരത്തെ മറിയം അവിടെ ലൂക്കോസ് 7-ാം അധ്യായത്തില് ഞാൻ എല്ലാത്തിലും ഉപരിയായിട്ട് കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഞാൻ ലൂക്കോസ് 7-ാം അധ്യായം എന്ന് പറയാൻ കാരണം എന്താ? ലൂക്കോസ് 7-ാം അധ്യായത്തില് പാപിനിയായ ഒരു സ്ത്രീ വന്ന് കർത്താവിന്റെ കാലുകള് കണ്ണുനീരാൽ കഴുകുന്നത്. ആ പാപിനിയായ സ്ത്രീ, ഒരു സ്ത്രീയെ പാപിനി എന്ന് വിളിക്കുമ്പോൾ വ്യഭിചാരിണിയായിരുന്നിരിക്കും എന്നാണ് നമ്മൾ പൊതുവെ മനസ്സിലാക്കേണ്ടത്. വ്യഭിചാരം, പ്രോസ്റ്റിറ്റ്യൂട്ട്, അവള് ഏതെങ്കിലും ഒരു കാരണത്താല് അങ്ങനെ ഒരു തലത്തിലേക്ക് തള്ളിയിടപ്പെട്ടതായിരിക്കാം അവളുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട്. അങ്ങനെ ഒരു അത് മഗ്ദലക്കാരത്തി മറിയുവാണെന്ന് അവിടുന്ന് എഴുതി വെച്ചിട്ടില്ലല്ലോ സഹോദര. ഈ സഹോദരൻ എന്താ വചനത്തിൽ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഞങ്ങളെ പഠിപ്പിക്കുന്നതെന്ന് നിങ്ങൾ ആരെങ്കിലും ചോദിച്ചാൽ ലൂക്കോസ് 7-ാം അധ്യായത്തിൽ അത് പറയുന്നില്ല. എന്നാൽ ലൂക്കോസ് 8-ാം അധ്യായത്തിലേക്ക് വരുവാണെങ്കിൽ എന്റെ ആദ്യമായിട്ട് മഗ്ദലക്കാരത്തി മറിയത്തെ കുറിച്ച് ലൂക്കോസ് സുവിശേഷത്തിൽ എഴുതുമ്പോൾ അത് എവിടാന്ന് ചോദിച്ചാൽ ലൂക്കോസ് 8-ന്റെ 2-ാമത്തെ വാക്യത്തില. ലൂക്കോസ് 8-ന്റെ 2-ാമത്തെ വാക്യത്തില് 7 ഭൂതങ്ങൾ വിട്ടുപോയ മഗ്ദലക്കാരി മറിയയും ഹെരോദാവിന്റെ കാര്യവിചാരകനായ പൂസയുടെ ഭാര്യ എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അപ്പം ഇത് എഴുതുമ്പോഴും മഗ്ദലക്കാരി മറിയൊക്കെ അന്ന് ജീവിച്ചിരുന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് അവളുടെ ആ ഒരു, ശരിയാണ്, അവളുടെ ആ ഒരു ഹിസ്റ്ററിയും കാര്യങ്ങളും ഒക്കെ അന്ന് എല്ലാവർക്കും ഒക്കെ അറിയാതിരിക്കും. എങ്കിലും ഒരു സ്ത്രീയാണ്, ഒരു സഹോദരിയാണ്. അവളുടെ ഒരു പാസ്റ്റിൽ എന്തെങ്കിലും കാര്യങ്ങൾ സൂചിപ്പിച്ച് അവൾക്കൊരു പ്രയാസം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ അവൾക്ക് പ്രയാസം കാണത്തില്ല, പക്ഷെ അവളുടെ ബന്ധുക്കൾക്കോ കുടുംബക്കാർക്കോ എന്തെങ്കിലും പ്രയാസം കാണരുത്. മഗ്ദലക്കാരത്തി മറിയത്തിന് ഒരു പക്ഷെ അവൾക്ക് അവളതൊരു തന്റെ ആ പാപജീവിതത്തിൽ നിന്ന് തന്നെ രക്ഷിച്ച് കർത്താവിനെ കുറിച്ച് സാക്ഷിക്കാനൊന്നും അവൾക്കൊരു മടി ഉണ്ടായിരുന്നില്ല. ഒരു പക്ഷെ അവളുടെ ബന്ധുക്കളൊക്കെ അപ്പോൾ ജീവിച്ചിരിപ്പുണ്ടായിരിക്കും, അവളുടെ അമ്മയോ സഹോദരന്മാരും ഒക്കെ. അപ്പം അവൾക്ക് അങ്ങനെ ആ ഒരു ലൂക്കോസ് ഇങ്ങനെ ഒരു സുവിശേഷം, വൈദ്യനായ ലൂക്കോസ്, ഡോക്ടർ ലൂക്ക്, അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ അത് പ്രയാസം ഉണ്ടായിരുന്നു വിചാരിച്ചായിരിക്കും ആ പാപിനിയായ സ്ത്രീ എന്ന പേര് പറയാതെ അങ്ങ് എഴുതിയിട്ട് പിന്നെ മറിയത്തെ കുറിച്ച് ആദ്യമായിട്ട് തൊട്ടടുത്ത അധ്യായത്തിൽ തന്നെ പരാമർശം വരുമ്പോൾ ഏകദേശം നമുക്ക് ഉറപ്പിക്കാം 7-ാം അധ്യായത്തിൽ ആരായിരിക്കും 7 ഭൂതങ്ങൾ ആവസിച്ചിരുന്ന ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ അതുപോലെ ഒരു പാപമംഗലമായ ഒരു ജീവിതത്തിലായിരുന്നിരിക്കും അവൾ ജീവിച്ചിരുന്നത്. അതുപോലൊരു 7 ഭൂതാത്മാക്കൾ അവളുടെ ഉള്ളിൽ നിന്ന് യേശു വിടുവിച്ചു എന്ന് പറയുമ്പോൾ, അപ്പോൾ അത് നമ്മൾ ലൂക്കോസ് 7-ാം അധ്യായത്തിലാണ് സിമോൻ എന്ന് പറയുന്ന പരീശന്റെ ഭവനത്തിലെ കർത്താവ് ഡിന്നർ കഴിക്കുമ്പോൾ, കർത്താവ് അവിടെ ഉണ്ണുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ വന്ന് കർത്താവിന്റെ കാൽക്കല് കണ്ണുനീര് കൊണ്ട് കഴുകുകയും മുടി കൊണ്ട്, തലമുടി കൊണ്ട് തുടക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാര്യം. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ആദ്യ സ്നേഹത്തിന്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. പത്രോസിനോട് ചോദിക്കുക, ഇവർ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിലെ പരാജയത്തിന്റെ കയ്പുനീര് മാറയെ മധുരമാക്കുന്ന ഒരു കർത്താവ്. ഇവിടെ ഈ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ജീവിതത്തിന്റെ ആർക്കും അഭിമാനിക്കാൻ പറ്റാത്ത വല്ലാത്ത അറപ്പുളവാക്കുന്ന ഒരു പാസ്റ്റാണ് അവൾക്കുള്ളത്. എന്നാൽ ആ മാറയെ, ആ കയ്പിനെ മാധുര്യമാക്കി തീർക്കുന്ന ഒരു കർത്താവിന്റെ പ്രവൃത്തിയാണ് നമ്മളിവിടെ കാണുന്നത്. ആ ഒരു ആദ്യ സ്നേഹം അവള് കർത്താവ് പുനരുദ്ധാനം ചെയ്ത് ആർക്കാ ആദ്യം പ്രത്യക്ഷപ്പെടുന്നേ? കർത്താവിന് വേണമെങ്കിൽ അമ്മയായിട്ടുള്ള മറിയ എത്ര കഷ്ടം സഹിച്ച് അമ്മയ്ക്ക് വേണമെങ്കിൽ പ്രത്യക്ഷപ്പെടായിരുന്നു, ബാക്കി പത്രോസിന് വേണമെങ്കിൽ അങ്ങ് ആദ്യം പ്രത്യക്ഷപ്പെടായിരുന്നു. എന്ന് കർത്താവ് മറിയയെ ചൂസ് ചെയ്ത്, മറിയയാണ് ഏറ്റവും അധികം കർത്താവിനെ സ്നേഹിക്കുകയും ബാക്കി ശിഷ്യന്മാർ, കർത്താവിന് സ്ത്രീ പുരുഷ വ്യത്യാസമൊന്നുമില്ല. കർത്താവിന് ഇവളൊരു സ്ത്രീയാണ്, അല്ലെങ്കിൽ ബാക്കി ആൾക്കാർ എന്തെങ്കിലും പറയൂ എന്നെ കുറിച്ചൊന്നും കർത്താവ് നോക്കിയില്ല. ബാക്കിയുള്ളവരെല്ലാം ഡാവിഞ്ചി കോഡോ അങ്ങനെയൊക്കെയുള്ള പുസ്തകം ഇടുമെന്നൊന്നും കർത്താവ് ചിന്തിച്ചില്ല. ഡാവിഞ്ചി കോഡാണ് തോന്നുന്നത് അതുള്ള ബ്ലാസ്ഫമിയൊക്കെ പറഞ്ഞ പുസ്തകമൊക്കെ പിന്നീട് വരുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുണ്ടാക്കുമോ എന്നൊന്നും കർത്താവ് ചിന്തിച്ചില്ല. പക്ഷെ
പുനരുദ്ധാനം ചെയ്ത യേശു ആദ്യമായിട്ട് അപ്പോയിന്റ്മെന്റ് കൊടുത്ത ആർക്കാ? ഈ മഗ്ദലക്കാരത്തി മറിയത്തിന്. അപ്പൊ നമ്മളുടെ ജീവിതത്തില് നമ്മൾ ഏറ്റവും അധികം ഇപ്പൊ ഇന്ന് നമ്മളിവിടെ നിൽക്കുന്ന ഞാനും ഇരിക്കുന്ന നിങ്ങളും ഉൾപ്പെടെ എല്ലാവരും ഇവിടെ ആയിരിക്കുമ്പം ഏറ്റവും അധികം കർത്താവ് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന, തന്നെ തന്നെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ആർക്കായിരിക്കും? ഏറ്റവും അധികം നമ്മുടെ ഹൃദയത്തിൽ ഒരു സെൻസ് ഓഫ് നീഡോടുകൂടി ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, അവർ അവർ ദൈവരാജ്യം അവർക്കുള്ളതാണ്. ഞാൻ വലിയ ആത്മീയനായ സഹോദരനാണ്, സഹോദരിയാണ് എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ഞെളിഞ്ഞിരിക്കുമ്പോൾ കർത്താവ് നമ്മളെ ബൈപ്പാസ് ചെയ്താ, നിനക്ക് ഓൾറെഡി നീ തൃപ്തിയുള്ളവളാണ്, തൃപ്തിയുള്ളവനാണ്. അതുകൊണ്ട് കർത്താവ് കടന്നുപോയി കുറച്ചുകൂടെ താണനിലത്തെ നീരോടു, അവിടെ ദൈവം തുണ ചെയ്തു. ഏറ്റവും താഴ്മയോടെ, ഏറ്റവും ഹൃദയനുറക്കത്തോടെ, ഏറ്റവും ആവശ്യബോധത്തോടെ ആരായിരിക്കുമുള്ളത്, അവരിലേക്കാ കർത്താവ് ആദ്യമായിട്ട് ഏറ്റവും അധികമായിട്ട് തന്നെ വെളിപ്പെടുത്തുന്നത്. നമുക്ക് അങ്ങനെ ആയിരിക്കാൻ ആഗ്രഹമുണ്ട്. നമ്മളൊരു ചെറുപ്പക്കാരൻ, നിങ്ങളൊരു സൺഡേ സ്കൂൾ ചൈൽഡ് ആയിരിക്കും. എനിക്ക് ചിലപ്പോൾ 6-7 വയസ്സോ 7-8 വയസ്സൊക്കെ ഉണ്ടായിരിക്കത്തുള്ളൂ. ബട്ട് സ്റ്റിൽ ജീസസ് ക്യാൻ റിവീൽ ഹിംസെൽഫ് ടു യു. യേശുവിനെ മറ്റാർക്കും മറ്റാർക്കും വെളിപ്പെടുന്നതിനെക്കാട്ടിലും സ്പെഷ്യലായിട്ട് യേശുവിനെ നിങ്ങളോട്, നിങ്ങളുടെ ചെറുപ്പക്കാരോട്, നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് വെളിപ്പെടുത്താൻ, കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കൽ വരുകയും എന്ന് കർത്താവ് പറഞ്ഞു. അവരെ ഇങ്ങനെയുള്ളവർക്കല്ലോ സ്വർഗരാജ്യം. കുഞ്ഞുങ്ങൾക്ക് തന്നെ വെളിപ്പെടുത്താൻ കർത്താവ് കൂടുതൽ താല്പര്യം. മനസ്സിലാവില്ല, അത്രമാത്രം അവരുടെ ജീവിതം അത്ര പാപപങ്കിലമല്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് കർത്താവിനെ കൂടുതൽ എളുപ്പം വെളിപ്പെട്ട് കിട്ടും. അപ്പൊ നമ്മുടെ ജീവിതത്തിലും അതുപോലെ ഒരു ആവശ്യബോധത്തോടെ നമ്മൾ ആയിരിക്കുന്നുവെങ്കിൽ കർത്താവ് പത്രോസിനോട്, ബാക്കിയുള്ള ശിഷ്യന്മാരൊക്കെ, ഇവൻ യോഹന്നാൻ തന്നെ, ഞാൻ യേശു സ്നേഹിച്ച ശിഷ്യന എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇങ്ങനെ കോളറൊക്കെ പൊക്കി നിർത്തി കർത്താവിന്റെ ശ്രദ്ധ കിട്ടാനൊക്കെ ഒന്ന് നിന്ന് കാണും. പക്ഷെ യോഹന്നാനെ കർത്താവ് മൈൻഡ് ചെയ്യാതെ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ എന്ന് വിളിച്ചുകൊണ്ട് പത്രോസിനെ അഡ്രസ് ചെയ്യുന്ന ഒരു കാര്യം നമ്മളവിടെ കാണുന്നത്. നമ്മൾ ഏറ്റവും ആവശ്യബോധത്തിലായിരിക്കുന്നവരൊക്കെ അവിടെ, അത് പോർ ഇൻ സ്പിരിറ്റ്, ആ ഒരു ആവശ്യബോധം, ആ ഒരു വലിയൊരു പുരുഷാരം കർത്താവിനെ തിക്കിത്തിരക്കുന്നുണ്ടായിരുന്നു എന്ന രക്തസ്രാവകാരിയായിട്ടുള്ള ഒരു സ്ത്രീ. അവള് എല്ലാരും തിക്കിത്തിരക്കി ഇടിച്ച് നമ്മുടെ പ്രിയദർശിനി ബസ്സിലൊക്കെ ഇപ്പൊ അങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, ഫ്രീ ആയതുകൊണ്ട് അതുപോലെ തിക്കിത്തിരക്കാണെന്ന് അറിയത്തില്ല. അതുപോലെ എല്ലാവരും ഇടിച്ചിട്ടോടുള്ള ഭയങ്കര, പണ്ടൊക്കെ ബസ്സിലൊക്കെ നമ്മളെ ബസ്സിൽ കയറിയ എല്ലാം ഓട്ടോമേഷനാണ്, പുറകെ നിന്ന് ഓട്ടോമാറ്റിക്കലി മൂവ്. അതുപോലെ ഇവരൊക്കെ നമ്മളെങ്കിൽ ഇടിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞതുപോലെ ഭയങ്കര അഡ്വാൻസ്ഡ് ടെക്നോളജി ഒക്കെ ആയിരുന്നു നമ്മുടെ പണ്ടത്തെ. ഇപ്പോഴുള്ള ബസ്സുകളിലൊക്കെ പരിചയമില്ല. അപ്പൊ അതുപോലെ തിരക്കാ, കർത്താവിനെ തിരക്കിക്കൊണ്ടിരിക്കും. മത്തായി 9-ാം അധ്യായത്തിലെ കഥയാണ് ഞാൻ പറയുന്നത്. എന്നാൽ രക്തസ്രാവകാരിയായ ഒരു സ്ത്രീ തന്നെ അവിടെ പബ്ലിക് സ്പേസിൽ അങ്ങനെ യഹൂദന്മാരുടെ ഇടയിൽ പ്രത്യക്ഷപ്പെടുന്നത് അപൂർവമാണ്. പിന്നെ രക്തസ്രാവം ഉള്ള സമയത്ത് എസ്പെഷ്യലി അവൾക്ക് വിലക്കുള്ളതായിരുന്ന, അതും 12 വർഷമായിട്ട് അതുപോലെ രക്തം എല്ലാം കൂടെ ചോർന്നു പോയി, ഒരു അനീമിക്, ഒരു വിളറ് വെളുത്ത രക്തമെല്ലാം പോയി വിളറ് വെളുത്ത ഒരു പെയിൽ ആയിട്ടുള്ള ഒരു അസ്ഥികൂടമായിട്ടുള്ള ഒരു സഹോദരി ആയിരിക്കും. അതുപോലെ കഷ്ടപ്പെടുന്നവൾ. എന്നാൽ അവരുടെയൊക്കെ ഇടയിൽ ചെന്ന് കർത്താവിനെ ചെന്ന് അഡ്രസ് ചെയ്യാനൊന്നും അവൾക്ക് അറിയത്തില്ല. അവൾ എങ്ങനെങ്കിലുമൊക്കെ ഓരോരുത്തരുടെയൊക്കെ ഇടയിലൂടെ ഒക്കെ ഞൊടിഞ്ഞു കയറി. ചില സ്കൂട്ടറൊക്കെ നമ്മള് കാറിലൊക്കെ വലിയ കാര്യത്തിൽ ഇരിക്കുമ്പോൾ സ്കൂട്ടറുകാര് ഇങ്ങനെ ട്രാഫിക് ഒക്കെ ഇങ്ങനെ അതിജീവിച്ചുകൊണ്ട് ഇതിലേക്കൂടെ ഒക്കെ എടുത്തു, ഞാൻ സ്കൂട്ടർ എടുത്താൽ മതിയായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകും എന്ന് പറഞ്ഞതുപോലെ ഈ സ്ത്രീ എന്ത് പറ്റി, അവിടെ ഇവിടെ കൂടെ ഒന്നാമത് മെലിഞ്ഞ ആളും കൂടെ. അപ്പൊ അവിടെ ഇവിടെ കൂടെ ഒക്കെ ഞെരിഞ്ഞ് കർത്താവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലില് ഒന്ന് തൊട്ടു. ഒരു ക്ലോക്ക്, ഫ്രിഞ്ച് ഓഫ് ഹിസ് ക്ലോക്ക് തൊട്ടപ്പോഴത്തേക്കും എന്നെ ആരാ തൊട്ടേ? കർത്താവിനെ എല്ലാവരും നോക്കി, കർത്താവ് എന്തെങ്കിലും കുഴപ്പമുണ്ട്, എല്ലാവരും തൊട്ടുകൊണ്ടിരിക്കുമല്ലേ. എന്നാ എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു പോയിരിക്കുന്നു എന്ന് കർത്താവോട് പറയുന്ന രംഗം നമുക്കറിയാം. മത്തായി 9-ാം അധ്യായത്തിൽ നമ്മൾ അതുപോലെ ഒരു ആവശ്യബോധത്തോടെ കർത്താവിനെ തൊടുവും. ആ ഒരു പാപിനിയായ സ്ത്രീയുടെ കാര്യം, മഗ്ദലക്കാരിയുടെ മറിയത്തിന്റെ കാര്യം നമ്മൾ ലൂക്കോസ് 7-ൽ നമ്മളത് വായിക്കുന്നു. ലൂക്കോസ് 7-ല് അവളത് അന്ന് യേശുവിനെ അഭിമുഖീകരിക്കുന്നു. എന്നാൽ ഒരു പക്ഷേ അതേ ദിവസം തന്നെ രാവിലെയോ കാണാം ആയിരിക്കാം യോഹന്നാൻ 8-ലെ വ്യഭിചാര കർമ്മത്തിൽ കൈയും മെയ്യുമായിട്ട് പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കല്ലെറിഞ്ഞാൻ വേണ്ടി യോഹന്നാൻ 8-ാം അധ്യായത്തില് എല്ലാരും കൂടെ കൊണ്ടുവരുന്ന രംഗമൊക്കെ നമുക്കറിയാം. ഒരുപക്ഷെ അത് മഗ്ദലക്കാരത്തി മറിയം തന്നെ ആയിരിക്കാം എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ഒരുപക്ഷെ അന്ന് ആ പകൽ സമയം കർത്താവ് അവിടെ വിടുവിച്ചു. ഒരുപക്ഷെ ഭൂതങ്ങളെയൊക്കെ അപ്പോഴായിരിക്കാം പുറത്താക്കി, നമുക്കറിയത്തില്ല.
മേ ബി അന്ന് തന്നെ വൈകിട്ടോ അല്ലെങ്കിൽ അതിന് വലിയ താമസമില്ലാതായിരിക്കും കർത്താവ് ശിമോന്റെ ഭവനത്തിലുണ്ടെന്ന് അറിഞ്ഞ് തന്നെ നന്ദി അറിയിക്കാനായിട്ട് അവള് വന്ന് കണ്ണുനീര് വെച്ച് കർത്താവിന്റെ കാലിൽ ഉടയ്ക്കുന്ന ആ ഒരു കാര്യം, ആ കാലിൽ കഴുകുന്ന ഒരു കാര്യം നമ്മൾ വായിക്കുന്നത്. ഇപ്പോ ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്താ, ഞാൻ ഈ പത്രോസിന്റെ കാര്യവും മഗ്ദലയുടെ കാര്യവും മറിയത്തിന്റെ കാര്യവും ഒക്കെ പറഞ്ഞ എന്താ, അവരുടെ ആദ്യ സ്നേഹം എല്ലാത്തിലും ഉപരിയായിട്ട് കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? ശരിയാണ്, നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പരാജയങ്ങളും മാറാ പോലെ മറക്കാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും പരാജയങ്ങളും വീഴ്ചകളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. പല പല നൊമ്പരങ്ങളും പല വേദനകളും, ചിലരോടൊക്കെ ക്ഷമിക്കാനുള്ള ഒരു പ്രയാസം. എന്നാലും അവര് എന്നെ ബൈപ്പാസ് ചെയ്ത് അവരോട് ഇങ്ങനെ സ്ത്രീകളെ ചിരിക്കുന്നു. ഇന്നലെ സ്ത്രീകളെ പറഞ്ഞ അവിടെ വർക്ക് ചെയ്യുന്നിടത്ത് ഒരു പെർട്ടിക്കുലർ ഒരു സ്റ്റാഫ് ഇന്ന് എന്താ ഒരാളോട് ഇത് എന്തോ ഒരു കാര്യത്തിന് എന്തോ ഒരു ചെറിയൊരു പാര വെച്ച കണക്ക് ചെറിയ എന്തോ ഒരു ഇത് കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നില്ല, അതൊക്കെ ഇങ്ങനെ പബ്ലിക് സ്പേസിൽ വരുന്ന കാര്യങ്ങൾ അവരെങ്ങാണ് നാളെ മാനസാന്തരപ്പെട്ടത് കേട്ടാൽ അപ്പൊ എന്താ അപ്പൊ ശ്രീയുടെ രാത്രി കിടന്ന് പറയോ എനിക്ക് അന്നേരം ഒന്ന് ക്ഷമിക്കാൻ പ്രയാസം തോന്നുന്നു. അപ്പൊ ഞാൻ പറയും സാരമില്ല, ഓൾറെഡി വി ഡോണ്ട് ഫീൽ ലൈക്ക് ഫോർ ഗിവിങ്, ജസ്റ്റ് ചൂസ് ടു ഫോർ ഗീവ് ആസ് എ ആക്ട് ഓഫ് വിൽ. നമുക്ക് ചിലരോടൊക്കെ ക്ഷമിക്കാനങ്ങ് വല്ലാത്തൊരു ചിലപ്പോൾ നമ്മൾ ഒത്തിരി അതിലും വലിയ വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ ക്ഷമിച്ചു കാണും. പക്ഷെ ചിലപ്പോൾ ചിലതിൽ നല്ല നമുക്ക് ബാക്കിയുള്ളവർ ചിലപ്പോൾ അതൊരു ചെറിയ കാര്യം വലുതാണ് ഒത്തിരി ക്ഷമിക്കാൻ പ്രയാസം. പക്ഷെ നമ്മളെ നമുക്കുള്ള ആ ഒരു ഈഗോ, നമ്മുടെ ഉള്ള ഒരു സ്വയബലത്തില് ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചിലരോട് അത്രയും വർഷങ്ങളൊക്കെ അതിലും വലിയ വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ ക്ഷമിച്ചു വന്ന ആൾക്കാരായിരിക്കും. പക്ഷെ ചില കാര്യങ്ങൾ എന്നാലും അവരെന്താ അങ്ങനെ, അവരിന്ന് ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല അങ്ങനെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ വരുമ്പോൾ എന്താ നമുക്ക് although we don't feel like forgiving, just we choose, Lord, I choose to forgive. ലോഡ് കർത്താവെ അവിടുന്ന് എന്നോട് ക്ഷമിച്ചു, അവിടുന്ന് എന്നെ കർത്താവ് ഏതൊരവസ്ഥയിൽ നിന്നാണ് എന്നെ കൊണ്ടുവന്ന് വെട്ടിയെടുത്ത് ഖനിഗർഭത്തിലേക്ക് നോക്കുക എന്നുള്ള ഒരു വാക്യം കഴിഞ്ഞ ദിവസം സിസ്റ്റർ അത് വായിച്ചല്ലോ. യെശയ്യാവ് 51 അധ്യായത്തിലെ ആ വാക്യം നമുക്കറിയാം. എന്താ, നിങ്ങളെ എവിടെ നിന്നാണ് കർത്താവ് കൊണ്ടുവന്ന്, ഞാൻ അത് കൂടെ അങ്ങ് പറഞ്ഞ് ഞാനങ്ങ് കൺക്ലൂഡ് ചെയ്യാം, അല്ലെങ്കിൽ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. യെശയ്യാവ് 51 ആ വാക്യം, 51 1 വാക്യം, എന്താ, നീതിയെ പിന്തുടരുന്നവരും യഹോവയെ അന്വേഷിക്കുന്നവരുമായുള്ളവരെ. നമ്മളെ നീതിയെ പിന്തുടരുന്നവരാണ്, നമ്മുടെ CFC സഹോദരങ്ങളാണ്, നമ്മള് ഏറ്റവും റൈച്ചസ്നെസ്, നീതിയെ പിന്തുടരുന്നവരും യഹോവയെ അന്വേഷിക്കുന്നവരുമാണ് ഞങ്ങൾ. അപ്പം കർത്താവ് പറയും, എന്റെ വാക്ക് കേൾക്കും കുഞ്ഞുങ്ങളെ, നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്ക് നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്ക് തിരിഞ്ഞു നോക്കുവിൻ. ആ മഗ്ദലക്കാരത്തെ മറിയ, അവൾക്ക് എന്നും തിരിഞ്ഞു നോക്കാൻ ഒരു കർത്താവ് എന്നെ ആ ചെന്നായ്ക്കളുടെ നടുവിൽ നിന്ന് രക്ഷിച്ച് ഒരു കുഞ്ഞാടിനെ പോലെ, ചെന്നായ്ക്കളെ കടിച്ചു കയറാൻ വേണ്ടി പരീക്ഷന്മാര് മുഴുവൻ വലിയ എന്തോ ഉണ്ടക്കല്ലുമായിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു, എന്തോ കല്ലെടുത്തെറിയാൻ വേണ്ടി ഇവളുടെ മണ്ടയ്ക്ക്. അപ്പോഴാ കർത്താവ് പറഞ്ഞ, പാപം ചെയ്യാത്തവൻ ആദ്യം കല്ലെറിയട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവരെല്ലാം കൂടെ ചമ്മി. ആദ്യം വയസ്സ് വരുന്നവർ തന്നെ ഇങ്ങനെ അവർക്ക് കൂടുതൽ പാപം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവര് തന്നെ കല്ലാദ്യം തടയിട്ട് പോയി. പിന്നെ ചെറുപ്പക്കാർ, അങ്ങനെയൊക്കെ നമ്മുടെ ഓർഡറൊക്കെ വായിക്കുന്നുണ്ട്, ഫ്രം ദ ഓൾഡർ ടു ദ യങ്ങർ വൺസ് എല്ലാം പോയി. അപ്പൊ ആ ഒരു സമയത്തും കർത്താവ് ഇനിയിപ്പം വലിയ കല്ലുകൊടുത്ത് തന്നെ അറിയാൻ പോകുമായിരിക്കും പറഞ്ഞ് നോക്കുമ്പോഴാ കർത്താവ് സ്നേഹത്തോടെ പറയുന്നത്, തേജസ് നിൻ മുഖം നിൻ ഹൃദയത്തിന് ആനന്ദമേ, ഞാൻ നിന്റെ സന്നിധിയിൽ വസിച്ചോട്ടെ എന്നൊക്കെ നമ്മൾ പാട്ടിൽ പാടിയതുപോലെ ആ ഒരു കർത്താവ് എന്താ നമ്മളോട്, ഞാൻ നിന്നെ കുറ്റം വിധിക്കുന്നില്ല, ഐ ഡു നോട്ട് കണ്ടം യു. യോഹന്നാൻ 8:11 വാക്യം നമുക്കറിയാം, ഞാൻ നിന്നെ കുറ്റം വിധിക്കുന്നില്ല, ഇനി പാപം ചെയ്യരുത് എന്ന് പറയുന്ന കർത്താവിന്റെ ഒരു സ്നേഹത്തിന്റെ എന്നാൽ ഒരു കാർക്കശ്യമുണ്ട്. ഇനി പാപം ചെയ്യരുത് എന്ന് പറയുമ്പോൾ ഒരു കാർക്കശ്യമുണ്ട്, എന്ന സ്നേഹത്തിന്റെയും കൃപയും സത്യവും നിറഞ്ഞവനായ യേശു, ഗ്രേസ് ആൻഡ് ട്രൂത്ത്, ആ ഒരു ബാലൻസോട് കർത്താവ് അവളോട് പറയുന്നതും ആയിട്ടുള്ള കാര്യങ്ങൾ. അതിന് ശേഷമായിരിക്കും അവൾ വന്ന് കർത്താവിന്റെ കാര്യങ്ങൾ കഴുകുന്നതും. അവൾക്ക് ഇന്നും ബാക്കി എല്ലാ ശിഷ്യന്മാരെല്ലാം വിട്ടുപോയി. കല്ലറയ്ക്കല് ഇനിയിപ്പോ ക്രൂസിൽ കർത്താവ് ക്രൂശിക്കപ്പെട്ടു, എവിടെ കർത്താവിനെ അടക്കിയെന്നുള്ള കാര്യമൊക്കെ അവളുടെ ശ്രദ്ധയോടെ നോക്കിയ കാര്യമൊക്കെ നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട്. എന്തിനാ കർത്താവിനെ അനൗൺസ് ചെയ്യാൻ വേണ്ടി, കർത്താവിനെ സ്പൈസസ് കൊണ്ട് അനൗൺസ് ചെയ്യാൻ വേണ്ടി അവൾ അതിരാവിലെ പോവുക. ബാക്കിയുള്ള മറിയന്മാർ ഇനിയിപ്പോ അവളുടെ കൂടെ ചെന്നില്ലായിരുന്നെങ്കിൽ അവളങ്ങ് പോയേനെ. പക്ഷെ ബാക്കിയുള്ള മറിയന്മാർ, വേറെയും സഹോദരിമാർ അവളുടെ കൂടെ ഉണ്ടായിരുന്ന കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള സഹോദരിമാരും അങ്ങ് കല്ലറ ഒഴിഞ്ഞു കിടക്കുന്നത് കണ്ട് അവരൊക്കെ അങ്ങ് പോയി. പക്ഷെ ആരും അവിടെ നിന്നു, മറിയം നിന്നു. കർത്താവിനെ എനിക്ക് കാണാതെ എനിക്ക് പോകാൻ പറ്റത്തില്ല എന്നുള്ള ആ ഒരു വലിയൊരു, ബാക്കിയുള്ള സഹോദരിമാര് പറഞ്ഞാണ്, സാരമില്ല കരയേണ്ട, കർത്താവ് നമുക്ക് അറിയത്തില്ലല്ലോ, എന്തായാലും നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് ബാക്കിയുള്ള സഹോദരിമാരും ഒന്ന് നടന്ന് നീങ്ങി. മറിയം മാത്രം അവിടെ നിൽക്കുമ്പോഴാണ് യേശു മറിയത്തിന് പ്രത്യക്ഷപ്പെടുന്നതായിട്ട് യോഹന്നാൻ 20 അധ്യായത്തിലേക്ക് നമ്മൾ വായിക്കുന്നത്. ഞാനീ പറഞ്ഞത് എന്താ, ഈ ഒരു ആദ്യ സ്നേഹം നമ്മളെ 7 ഭൂതങ്ങളിൽ നമ്മളെ നിന്ന് പുറത്താക്കി നമ്മളെ
ആരും സഹായമായി ഇല്ലാതെ ഞാൻ പാരും വലഞ്ഞിടും വേളയിൽ അരുമയുടെ അരികിൽ വന്ന ആത്മനാഥൻ യേശുവാ. ആരും സഹായമായില്ലാതെ നമ്മള് വലയുന്ന ആ ഒരു സമയത്ത് നമ്മളെ വന്ന് വീക്ഷിച്ച ആ ഒരു കർത്താവിന്റെ സ്നേഹം, ആ ഒരു പത്രോസ് പെട്ടെന്ന് ഫ്ലാഷ് ബാക്ക് അടിച്ച് ലൂക്കോസ് 5 ആ സ്നേഹം പത്രോസ് ഓർത്തു. മഗ്ദലക്കാരത്തി മറിയം അവളെ കർത്താവ് രക്ഷിച്ച വിധങ്ങൾ അവൾ ഓർത്തു. ആ ഒരു ആദ്യ സ്നേഹം കർത്താവ് വീണ്ടും നമ്മളോട് തോളെ തട്ടി ചോദിക്കുക, എന്റെ കുഞ്ഞെ, എന്റെ മോന്റെ, എന്റെ മോളെ, നീ എല്ലാത്തിലും ഉപരിയായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നമുക്ക് കർത്താവിന്റെ ഉത്തരം പറയും, കർത്താവേ എനിക്ക് വീണ്ടും വീണ്ടും കർത്താവ് ചോദിക്കുന്നുണ്ട്, കർത്താവേ ഞാൻ സ്നേഹിക്കുന്നുണ്ട്, എനിക്ക് പ്രിയമുണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്രിയമുണ്ടോ എന്ന് കർത്താവ് ചോദിക്കുമ്പോൾ കർത്താവെ എല്ലാം നീ അറിയുന്നല്ലോ എന്ന് ഹൃദയം തകർന്ന പത്രോസ് പറയുന്ന രംഗമൊക്കെ തുടർന്ന് ആ 16-17 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്ന നമുക്കറിയാം. നമ്മുടെ ഹൃദയത്തിലും ആ ഒരു കർത്താവെ അവിടുത്തെ ആ ഒരു സ്നേഹത്തിൽ എന്നെ നിറയ്ക്കണം, എല്ലാത്തിലുപരിയായിട്ട് അങ്ങേ എനിക്ക് സ്നേഹിക്കണം. എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം ടൈപ്പുകളും പരാജയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും കർത്താവെ അവിടുന്ന് എന്നെ തേടി വരുന്ന ഒരു കർത്താവാണ്, നല്ല ഇടയനാണ്. അവിടുത്തെ ജീവനാൽ നിറയ്ക്കണം. എനിക്ക് എല്ലാത്തിലുപരിയായിട്ട്, എല്ലാ വസ്തുവകളെക്കാട്ടിലും, എല്ലാ ബന്ധങ്ങളെക്കാട്ടിലും എല്ലാം ഉപരിയായിട്ട്, എല്ലാത്തിലുപരിയായിട്ട്, എൻ്റെ സ്വന്തം ഇഷ്ടത്തെക്കാട്ടിലും ഉപരിയായിട്ട് എനിക്ക് എല്ലാത്തിലുപരിയായിട്ട് അങ്ങേ സ്നേഹിക്കണം. അതിനായിട്ട് നമ്മളുടെ ആ സ്വന്തം ഇഷ്ടം, നമ്മുടെ ആ സ്വയത്തെ, അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന നമ്മുടെ സ്വയത്തെ യാഗമായിട്ട് നാം ഒരു പൂജ്യമായിട്ട് താഴ്ത്തി നമ്മളെ തന്നെ ഏൽപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ആ സ്നേഹത്താൽ നമ്മളെ നിറയ്ക്കും. 5:5 നമ്മൾ വായിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് ആ ഒരു കർത്താവിനുള്ള സ്നേഹത്താൽ നമ്മൾ നിറയ്ക്കും. ബാക്കി എല്ലാത്തിലുപരി ഞാൻ ആ എമി കാർമൈക്കലിന്റെ കോട്ടും കൂടെ പറഞ്ഞുകൊണ്ട് ഞാനങ്ങ് നിർത്താം. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ അത് പറയായിരുന്നു. God hold us to that which drew us first when the cross was the attraction and we wanted nothing else. എമി കാർമൈക്കൽ പറഞ്ഞ എഴുതിയ ഒരു സെന്റൻസാ. ദൈവമേ, ഞങ്ങളെ ആദ്യം ആകർഷിച്ച അതിലേക്ക് ഞങ്ങളെ വീണ്ടും നയിക്കണമേ. അവിടെ ക്രൂശ് ആയിരുന്നു ഞങ്ങളുടെ ആകർഷണം, ഞങ്ങൾക്ക് മറ്റൊന്നും വേണ്ടായിരുന്നു. അതുപോലെ കർത്താവെ ആ ക്രൂശിലേക്ക് വേറൊന്നും ഞങ്ങൾക്ക് വേണ്ട, ആ ക്രൂശിലെ സ്നേഹത്തിലേക്ക് ഞങ്ങളെ ആകർഷിക്കണം. അവിടുത്തെ സ്നേഹത്താലെ ഞങ്ങളെ നിറയ്ക്കണം. പൂർണ്ണഹൃദയത്തോടെ അങ്ങനെ സ്നേഹിക്കുവാൻ, പൂർണ്ണഹൃദയത്തോടെ മറ്റുള്ളവരെ സ്നേഹിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവെ അവിടുത്തോടുള്ള ആ ഒരു ആദ്യ സ്നേഹത്തിൽ, ആ സ്നേഹബന്ധത്തിൽ, ആത്മബന്ധത്തിൽ കർത്താവ് എനിക്ക് ആഴപ്പെടണം. എന്നത്തെക്കാട്ടിലുപരി കർത്താവെ എനിക്ക് അങ്ങേക്ക് പുണ്യത്തിന് അങ്ങേക്ക് തരണം, അവിടുത്തെ സ്നേഹത്താൽ നിറയപ്പെടണം. ആ ഒരു വാഞ്ചയോടെ നമുക്ക് കർത്താവിലേക്ക് അടുത്ത് വരാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നീർത്തോടിനായിട്ട് കാക്ഷിക്കുന്നത് പോലെ എന്നൊക്കെ നമ്മൾ എൻ്റെ 3ാമത്തെ സ്റ്റാൻസിൽ പാടുന്നേ. വെയിലിൽ മഞ്ഞ് പോലെ എൻ്റെ ദുഃഖമെല്ലാം അണയും, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അണയുമ്പോൾ അതാണ് എൻ്റെ സന്തോഷം. അതാണ് നമ്മൾ പാടുന്നത്. നമുക്ക് കർത്താവിൻ്റെ ആ ചോദ്യത്തിന് മുമ്പാകെ ഇന്ന് കർത്താവ് നമ്മളോട് ഓരോരുത്തരോടും ചോദിച്ചു, വ്യക്തിപരമായിട്ടുള്ളൊരു ചോദ്യം. നമുക്ക് കർത്താവിനോട് തന്നെ നമ്മുടെ ഹൃദയത്തോട് നമുക്ക് മറുപടി പറയാം. കർത്താവേ, എൻ്റെ അവസ്ഥ അവിടുന്ന് അറിയുന്നു. കർത്താവെ, ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതും എത്ര ഉപരിപ്ലവമാണ്, എത്ര സൂപ്പർഫിഷ്യലാണ്, എത്ര ആഴം കുറഞ്ഞതാണ്, ഷാലോ ആണ് എൻ്റെ സ്നേഹം എന്നുള്ളതൊക്കെ അവിടുത്തേക്ക് അറിയാമല്ലോ. കർത്താവെ, ഇന്ന് നമ്മൾ നിലവിളിച്ചുകൊണ്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് പാതാരബന്ധത്തിൽ കർത്താവിൻ്റെ തൃപ്പാദങ്ങളിൽ നമുക്ക് അണയാം. നമുക്ക് ആ ഒരു സമർപ്പണത്തോടെ കർത്താവിൻ്റെ ആ തേജസ്സുള്ള തിരുമുഖത്തേക്ക് നോക്കി സന്തോഷത്തോടെ അതിസ്നേഹത്തോടെ നമുക്ക് പാടാം. അന്നേരം മമ മാനസഗീതം ഉന്മായകലും വീലിൽ ഹിമം പോലും. മാനന്ധനമീ മന്നിൻ മഹിമകളൊന്നും ശാന്തി നൽകാ
മാനം ധനമേ മണ്ണിൻ മഹിമകൾ ഒന്നും ശാന്തിയെ നൽകാതെ. ദാഹം പെരുകും തണ്ണീരൊഴികെ ലോകം വേറെ തരികില്ലറിക. ദാഹം പെരുകും തണ്ണീരൊഴികെ ലോകം വേറെ തരികില്ലറിക. നീ തോടുകളിൽ മാലേ പോലെ മാനസനീശ്വരി സുഖം തേടി. തോടുകളിൽ മാനേ പോലെ മാനസനീശ്വരിൽ സുഖം തേടി. മറ്റാജീവജലത്തിൻ കവിയൻ വറുമയെ അകറ്റി നിർവൃതി അരുളി. വറ്റാജീവജലത്തിൻ നദിയൻ വറുമയെ അകറ്റി നിർവൃതിയരുളി. തന്നെയുള്ളിനി ആനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ. തൻബലിവേദിയിൽ കുരുകിലും നീവലും വീടും കൂടും കണ്ടതുപോ. തൻബലിവേദിയിൽ കുരുകിലും നീവലും വീടും കൂടും കണ്ടതുപോൽ. ഇമ്പലമാംസ ഈശ്വരനിൽ ഞാൻ സാനന്ദമഭയം തേടും സദരം. ഒന്നേയുള്ളിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ. കണ്ണീർ താഴ്വരയുണ്ടെനിക്കനവധി കണ്ണിൽ ജീവിത പാതയതിൽ. കണ്ണീർ താഴ്വരയുണ്ടെനിക്കനവധി മണ്ണിൽ ജീവിത പാതയതിൽ. എന്നാലും ഭയമെന്തിനരികിൽ നന്നായവൻ കൃപമഴ പോൽ ചൊരികിൽ. എന്നാലും ഭയമെന്തിനരികിൽ നന്നായവൻ കൃപ മഴ പോൽ ചൊരികിൽ. ഒന്നേയുള്ളിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ. അന്നേരം മമ മാനസഭേദം ഒന്നായകരും വെയിലിൽ ഹിമം പോൽ. അന്നേരം മമ മാനസഖേദം ഒന്നായകലും വെയിലിൽ ഹിമം പോൽ. ഒന്നേയുള്ളിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ. കർത്താവേ, ഞങ്ങൾക്ക് ഒന്നേ ഉള്ളൂ ആനന്ദമായിട്ട് വലിയ ബിരുദം മുൻകൂട്ടത്തെ കാണുമ്പോഴും പത്രോസിന് ആനന്ദമായിട്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് എടുത്ത് ചാടി ആ വെള്ളത്തിലേക്ക് എടുത്ത് ചാടി വന്ന് കർത്താവിൻ്റെ മാറോട് അണഞ്ഞ് പൊട്ടിക്കരയാനേ അവന് സാധിക്കുമായിരുന്നുള്ളൂ. അന്നേരം അവൻ്റെ മനസ്സിൻ്റെ ഖേദമെല്ലാം വെയിലിലെ ഹിമം പോലെ അലിഞ്ഞുപോയി. വലിയൊരു ആശ്വാസവും സമാധാനവും ആ ഹൃദയത്തിലേക്ക് കൈവന്നു. അതില്ലായിരുന്നെങ്കിൽ അവന് ആ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും പ്രാതലൊന്നും ഇറങ്ങത്തില്ലായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ മാറോട് ചാരി പൊട്ടിക്കരഞ്ഞതുകൊണ്ട്
അവൻ്റെ ഹൃദയവേദന കുറച്ചൊന്ന് ശമിച്ചതുകൊണ്ടാണ് അവന് അപ്പവും തണ്ടും ഫിഷുമൊക്കെ കുറച്ചെങ്കിലും അവൻ്റെ വയറ്റിലേക്ക് ഇറങ്ങിയത്. കർത്താവിനത് അറിയാമായിരുന്നു. അവനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ച ആ കർത്താവ് അവന് വേണ്ടി വീണ്ടും കൽക്കരി തീക്കനൽ ഒരുക്കിയ കർത്താവ്, അവന് വേണ്ടി സ്പെഷ്യലായിട്ട് കരുതിയ ആ തീക്കനൽ, സ്നേഹത്തിൻ്റെ തീക്കനൽ, അതെ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ മാറായെ കയ്പിനെയും മധുരമാക്കി മാറ്റുന്ന അവിടുത്തെ അത്ഭുതങ്ങൾക്കായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പഴയകാല ജീവിതങ്ങളിൽ എല്ലാ മാറയും, എല്ലാ കയ്പും, എല്ലാ പരാജയത്തിൻ്റെയും വീഴ്ചകളുടെയും എല്ലാ ഭാണ്ഡക്കെട്ടുമായിട്ട് ഞങ്ങളുടെ അടുക്കലേക്ക് വരുന്ന കർത്താവേ, അതെല്ലാം ആ ക്രൂസിൻ്റെ ചുവട്ടിൽ ഉപേക്ഷിക്കുന്നു. അവിടുന്ന് ഉയർത്തു, ഞങ്ങളുടെ നീതിയായിട്ട് അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ്. യു റേസ്ഡ് ഫോർ ജസ്റ്റിഫിക്കേഷൻ. പത്രോസിനായിട്ട് ഉയർത്തെഴുന്നേറ്റ ഒരു കർത്താവ്. ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നെങ്കിൽ പത്രോസിനെ പോലെ കിട്ടി ഞാൻ തൂങ്ങി ചത്തേനെ എന്ന കർത്താവിനത് അറിയാം. ഉയർത്തെഴുന്നേറ്റു. പത്രോസിനെ വ്യക്തിപരമായിട്ട് കണ്ട ആ കർത്താവിൻ്റെ സ്നേഹം, ആ പത്രോസിനെ ഒരാളാക്കി മാറ്റിയ യഹൂദരുടെ ഇടയിലും സഭയുടെ ഇടയിലും ആ താക്കോൽ കൈയാളുവാൻ, ആ വാതിൽ തുറന്നു കൊടുക്കുവാൻ, ഉപയോഗിക്കാൻ തക്കവണ്ണം അവൻ തകർക്കുവാൻ, അവൻ്റെ പരാജയങ്ങളിലൂടെല്ലാം അവന് ആ തകർച്ചയിലൂടെ അവന് അവിടെ വലിയ ശക്തി പ്രാപിക്കുവാൻ കർത്താവ് അതെല്ലാം പ്രിപ്പയർ ചെയ്തു. പ്രിപ്പറേഷൻ ഫോർ ദ പെന്റിക്കോസ്റ്റ്. അതെ കർത്താവ്, ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കർത്താവ് വീഴ്ചകളോ, ചില സെറ്റ് ബാക്കുകൾ, ചില വീഴ്ചകൾ, ചില പരാജയങ്ങൾ, പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും ഒക്കെ നടക്കുമ്പോൾ അതെല്ലാം കർത്താവെ വലിയൊരു പെന്തക്കോസ്തിനായിട്ട്, വലിയൊരു അഭിഷേകത്തിനായിട്ട്, വലിയൊരു ശുശ്രൂഷയ്ക്കായിട്ട് കർത്താവെ ഞങ്ങളെ ഒരുക്കുന്നതാണല്ലോ. ഞങ്ങളെ തള്ളിക്കളയാത്ത ഞങ്ങളുടെ പ്രിയ കർത്താവിനായിട്ട് ഞങ്ങളെങ്ങനെ സ്തുതിക്കുന്നു. ആ മഗ്ദലന കാര്യത്തെ മറിയത്തിനായിട്ട് പ്രത്യക്ഷപ്പെട്ട കർത്താവ്, ആദ്യം തന്നെ മഗ്ദലന കാര്യത്തെ മറിയത്തിന് ഏറ്റവും ആത്മാവിൽ ദാരിദ്ര്യത്തോടെ ആയിരുന്നവളെ ആദ്യം തന്നെ കടാക്ഷിച്ച കർത്താവ്. അതെ കർത്താവേ, എന്നെ കടന്നു പോകരുതേ കർത്താവേ, ഞാനാണ് ഏറ്റവും വലിയ ആവശ്യക്കാരൻ. എനിക്കാണ് കർത്താവേ, ഞാനാണ് ഏറ്റവും വലിയ ആവശ്യക്കാരി. എന്നെ കടന്നു പോകരുതേ. അവിടുത്തെ ആ വസ്ത്രത്തിന് തൊങ്ങൽ എനിക്ക് തൊടണം. അവിടുത്തെ ശക്തി എനിക്കാണ് വേണ്ടത് കർത്താവേ. അവിടുത്തെ സ്നേഹത്തിൻ്റെ ശക്തി എന്നെ നിറച്ചാട്ടെ, എൻ്റെ ജീവിതം രൂപാന്തരപ്പെടുത്തിയാട്ടെ. അതെ കർത്താവേ, എൻ്റെ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക, ആടുകളെ പാലിക്കുക, ആടുകളെ മേയ്ക്കുക എന്നൊക്കെ അവിടുന്ന് വീണ്ടും വീണ്ടും തലങ്ങളെ ഏൽപ്പിക്കാൻ തക്കവണ്ണം കർത്താവേ അങ്ങേ പൂർണ്ണതയോടെ സ്നേഹിപ്പാൻ കർത്താവേ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് സഹായിച്ചാട്ടെ. ഓരോരുത്തരും സ്നേഹത്തിലേക്ക് റെസ്റ്റോർ ചെയ്താട്ടെ. ഞങ്ങളുടെ ചെറുപ്പക്കാരെയും കുഞ്ഞുങ്ങളെയും പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരെ അനുഗ്രഹിച്ചാട്ടെ. അവർ പറഞ്ഞ സാക്ഷ്യങ്ങളൊക്കെ അവർ കേട്ടു കർത്താവേ. അവരങ്ങ് അനുഗ്രഹിച്ചാട്ടെ കർത്താവേ. ബ്ലസ് ചെയ്താട്ടെ. അവരുടെ ഭാവിയെ അനുഗ്രഹിച്ചാട്ടെ കർത്താവേ. അവരെല്ലാം അങ്ങനെയുള്ള വലിയ തീക്ഷ്ണമായിട്ടുള്ള സ്നേഹത്തിൽ തണുത്തു പോകാതെ മുന്നേറുവാൻ അവരെ സഹായിക്കണം. അവരുടെ ജീവിതത്തിൽ കർത്താവ് പരാജയപ്പെടാതെ മുന്നേറും അവരെ സഹായിക്കണം. എപ്പോഴെങ്കിലും പരാജയപ്പെട്ട് വന്നാൽ പോകും കർത്താവ് നിരാശപ്പെടാതെ ഓരോരുത്തരും സഹായിക്കണം കർത്താവേ. ഞങ്ങൾ ഓരോരുത്തരും സഹായിച്ചാട്ടെ. നന്ദി കർത്താവേ, നന്ദി. ഞങ്ങളെ സ്നേഹത്തോടെ ചേർത്തണയ്ക്കുന്ന അവിടുത്തെ സ്നേഹത്തിനായിട്ട് നന്ദി പറഞ്ഞു. നമുക്ക് എല്ലാവർക്കും നന്ദി കർത്താവിനെ ഉറക്കെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. നന്ദി കർത്താവേ, നന്ദി. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഫാദർ, താങ്ക് യു ജീസസ് ഫോർ യുവർ വേർഡ്. അവിടുത്തെ സ്നേഹത്തിനായിട്ട് അവിടുത്തെ വചനത്തിനായിട്ട് നന്ദി കർത്താവേ, നന്ദി. ഹല്ലേലൂയ. നന്ദി യേശുവേ. താങ്ക് യു ഫാദർ, താങ്ക് യു ഫാദർ, താങ്ക് യു ജീസസ്. നന്ദി യേശുവേ, നന്ദി. താങ്ക് യു ഫാദർ, നന്ദി. അതെ കർത്താവേ, അവിടുത്തെ തന്ന വചനത്തിനായിട്ട് നന്ദി. അവിടുന്ന് അത് ഫലം കഴിക്കുവാനിടയാക്കും. ഞങ്ങള് അവിടുത്തെ മറുപടി ചാരുന്നു കർത്താവേ. നന്ദി യേശുവേ, നന്ദി. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു. ഞങ്ങളെ ആശ്വസിപ്പിച്ചതിനായിട്ട്, ഉൾപ്പെടുന്നതിനായിട്ട്, മാനസാന്തരത്തിലേക്ക് നയിച്ചതിനായിട്ട് നന്ദി. എല്ലാ യേശു കർത്താവിന് വിലയേറിയ മധുരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.